പേടിപ്പിക്കുന്നതെന്ന് അച്ഛമ്മയ്ക്ക് അറിയില്ല. ഈ വീഡിയോ കണ്ടാൽ നിങ്ങളുടെ മരുമകൾ ജയിലിലെ മരുമകളാവും. ജീവിതകാലം മുഴുവൻ ഇനി ജയിലിൽ പോയി ജീവിക്കേണ്ടി വരും. അച്ഛമ്മ, ഐ തിങ്ക് യു ആർ റൈറ്റ്. ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാ റിയൽ ആണെന്നാ. ഇത് റിയൽ ഒന്നും അല്ല. ഐ മീൻ ഇത് ടൈം പാസ് പോലെ എനിക്ക് തോന്നുന്നത്. എന്തിനു വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണം? എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഞാൻ ഉറങ്ങാൻ പോവാ. അബി നീ എന്റെ കൂടെ വാ. കണ്ടേ പറ്റൂ. കള്ളൻ കള്ളൻ നിക്കടാ. പ്രണവ്, പ്രണവ് ഇനി വാതിൽ അടച്ചിരിക്കുകയാണല്ലോ. പിന്നെ അവൻ എങ്ങനെ പുറത്തു പോയത്? സ്റ്റോർ റൂമിൽ നിന്നാണല്ലോ ശബ്ദം കേൾക്കുന്നത്. വാ വാ. ഓ ഗോഡ്, അവർ നിഖിലിനെ പിടിക്കൂ. നിന്റെ കാര്യം തീർന്നു തന്നു. നിഖിൽ നിന്നെ രക്ഷിക്കാനല്ല കൊടുക്കാനാ വന്നിക്കുന്നത്. ഐ മീൻ, ഇൻ കേസ് ലൈറ്റ് വന്നാലും നീ ഒന്നും ചെയ്യില്ല. ഇപ്പൊ വന്ന കള്ളനില്ലേ, അവൻ ആ ഷോ എടുത്തോണ്ട് പോയി. ശരിക്കും പറഞ്ഞാൽ നിന്റെ അവസരവും കൊണ്ടുപോയി. നീ അതേക്കുറിച്ചോർത്ത് ഒരുപാട് അഹങ്കരിച്ചതല്ലേ. ഇപ്പൊ നിന്റെ അഹങ്കാരവും തീർന്നിട്ടുണ്ടാവും. സ്റ്റേജിൽ കർട്ടൻ വീഴാത്തിടത്തോളം ഷോ അവസാനിക്കില്ല. നീ എല്ലാ തരത്തിലും തോറ്റിരിക്കുന്നു തനു. ഇനി നിനക്ക് രക്ഷപ്പെടാനേ കഴിയില്ല. എനിക്കറിയാം നീ എന്നെ വിശ്വസിക്കില്ലാന്ന്. യു നോ വാട്ട്, ഞാൻ നിന്റെ ഭീഷണിയെ മറന്നിരിക്കുന്നു. കുറ്റം ഏറ്റു പറയാൻ പോവുകയാണെന്നാ? അനാവശ്യം പറയരുത്. ഞാൻ എന്തിനാ തെറ്റുകൾ ഏറ്റു പറയുന്നത്? അതെനിക്കെങ്ങനെ അറിയാം? വീഡിയോ കണ്ടു കഴിഞ്ഞാലല്ലേ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഞാനാണെങ്കിൽ കറണ്ട് വരാൻ എപ്പോഴും കാത്തിരിക്കുകയാണ്. ശരി, കാത്തിരിക്കെ. എന്നെ ശല്യം ചെയ്യരുത്. ഒന്നിവിടുന്ന് പോയിക്കേ. ഹലോ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ആ, അതും എന്നോട്? ഞാൻ ഈ വീട്ടിലെ മരുമകളാ. ബൈ ദ വേ, നീയാണെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലും. നിന്റെ ടിക്കറ്റ് കൺഫേം ആയിട്ട് നീ ഇങ്ങനെ എന്നോട് ബഹളം വെക്കുകയും അലറി വിളിക്കുകയും ഒക്കെ ചെയ്തോ. ഞാൻ നിനക്കൊരു സജഷൻ തന്നേ ഉള്ളൂ, ഇവിടെ നിന്നും പോകാൻ. ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. എന്ത് പറഞ്ഞാലും വഴക്കിന് വന്നോളൂ. അച്ഛമ്മേ നോക്കി. അതെ അതെ. ഇല്ലാതാവും. മോളെ, നീ ടെൻഷൻ അടിക്കണ്ട. അഭി കള്ളനെ പിടിക്കാൻ പോയിട്ടുണ്ടല്ലോ. പിന്നെ എന്റെ മകൻ എന്തിന്റെയെങ്കിലും പിന്നാലെ പോയാൽ അത് നടത്തിയിട്ടേ തിരിച്ചു വരൂ. അതെനിക്ക് അറിയാം അച്ഛമ്മ. തനുവിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്ത് അവളെ നേടിയെടുക്കും. എന്നിട്ട് നോക്ക്, ടെൻഷൻ അടിക്കുക എന്നുള്ളത് നിന്റെ ശീലമായി മാറി. ടെൻഷൻ മാത്രമല്ല, അസൂയയും നിനക്കൊണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. നിനക്ക് കുശുമ്പാണ് അല്ലേ എന്റെ മകൻ നിന്റെ പിന്നാലെ നടക്കാത്തതിന്? അല്ല, അവനെന്തിനാ നിന്റെ പിറകെ നടക്കുന്നത്? നീ അവന്റെ പിറകെ നടക്കുകയല്ലേ. അച്ഛമ്മ എന്നെ ഈ സമയത്ത് ഇങ്ങനെ കളിയാക്കാണോ? എനിക്ക് ആകെ ടെൻഷനായിട്ട് വയ്യ. അല്ലേ, ഞാൻ കളിയാക്കാതെ എന്ത് ചെയ്യാനാ? നീ കരച്ചില് തുടങ്ങാതിരിക്കണ്ടേ? ഇവന്റെ തലേന്ന് ചാക്കരുതേ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവൻ അകത്തേക്ക് കൊണ്ടുപോവാം. അകത്ത് കൊണ്ടുപോയിട്ടും ഇവൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം. അതുവരെ നീ ഒന്ന് ക്ഷമിക്കേ. വാ, നമുക്ക് വേഗം അകത്തേക്ക് കൊണ്ടുപോവാം. ഫ്യൂസ് കിട്ടി. ഇനി ഇത് ശരിയാക്കി കറണ്ട് ഒന്ന് വന്നു കഴിഞ്ഞുണ്ടല്ലോ, തനുവിന്റെ ഫിലിമിന്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ട്സ് അറിയാൻ കഴിയായിരുന്നു. എന്തുപറ്റി? ഇപ്പോ കള്ളനാണോ പിടിക്കപ്പെട്ടത്, അതോ നിന്റെ കള്ളത്തരമാണോ? സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തല്ലോ അല്ലേ? നിന്റെ രഹസ്യങ്ങളൊക്കെ ഇന്ന് എന്തായാലും പുറത്തു വരും. പ്രണവ്, ഇതാരോന്നൊന്ന് നോക്കിയേ. നിന്റെ കാര്യം തീർന്നു തന്നു. ഈ നിഖിൽ നിന്നെ രക്ഷിക്കാനല്ല കൊടുക്കാനായിട്ടാ വന്നേ. ഞാൻ അവന്റെ പുറകെ ഓടി അവന്റെ പുറത്തേക്ക് ചാടി. ഞാൻ നോക്കിയപ്പോ അവൻ കയ്യിൽ എന്തോ ഒളിപ്പിക്കുന്ന കണ്ടു.
പിന്നെ നോക്കിയപ്പോ അവന്റെ കയ്യില് മൊബൈലാണെന്ന് മനസ്സിലായി. ഞാൻ അവന്റെ കയ്യിൽ നിന്ന് മൊബൈൽ തട്ടിപ്പറിച്ച് വാങ്ങിയപ്പോ അവൻ വീണ്ടും ഓടി. അവനെ പിടിക്കാൻ പോയപ്പോ നിങ്ങൾ വന്ന് എന്നെ പിടിച്ചു. എന്നിട്ട് നിങ്ങൾ എല്ലാരും കൂടി പറയുന്നു ഇപ്പൊ ഞാനാ കള്ളനെന്ന്. കൊള്ളാമല്ലോ, കൈയോടെ പിടിക്കപ്പെട്ടിട്ടും വീണ്ടും കള്ളം പറയാണല്ലോ. എനിക്ക് അടി കിട്ടിയതിൽ ഒരു വിഷമമില്ല. പക്ഷെ ആ കള്ളൻ അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ എനിക്ക് വിഷമമുണ്ട്. വി ആർ വെരി സോറി നിഖിൽ. എന്തായാലും ആ ഫോണിങ് തന്നേക്കൂ. അതിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ വീഡിയോ ഉണ്ട്. അത് ഇവിടെ എല്ലാവരെയും കാണിക്കാൻ തുടങ്ങുമായിരുന്നു. ആ ഫോണിങ് തരാമോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ കള്ളൻ എന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചത്. ഈ ഫോൺ എന്റെയാണ്. ഈ ഫോൺ ആരുടെ ആയാലും ഇനി ഇത് ആർക്കും തരില്ല. ഈ മൊബൈലിലുള്ള ഈ വീഡിയോ ഉണ്ടല്ലോ, അതാദ്യം കാണാം. നമുക്ക് കാണാമല്ലോ പ്രിയ ഏത് രഹസ്യത്തെക്കുറിച്ചാ പറയുന്നതെന്ന്. അത് കാരണം ഈ വീട്ടിൽ ഇത്രയും ബഹളമുണ്ടായല്ലോ. അത് കാണാൻ തുടങ്ങിയതും ആദ്യം ലൈറ്റ് പോകുന്നു, പിന്നെ ഇത് തന്നെ മോഷ്ടിക്കാൻ എവിടുന്ന് ഒരു കള്ളനും വരും. എന്ത് തന്നെ ആയാലും ഈ വീഡിയോയിൽ ഉറപ്പായും എന്തോ കാര്യമുണ്ട്. അതുകൊണ്ട് ഇത് തീർച്ചയായും കാണണം. ഭഗവാനെ, ഞാനും അഭിയും തമ്മിലുള്ള കല്യാണം. ഞാൻ പ്രഗ്നന്റ് ആണ്. ഞാൻ എത്ര കാത്തിരിക്കണം. ഞാൻ അഭിയെ ഒരുപാട് സ്നേഹിക്കുന്നു. അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അത് വെച്ച് മ്യൂസിക് കേൾക്ക്, എൻജോയ് ചെയ്യ്. രണ്ടുപേർ മഴ ഉണ്ടാക്കട്ടെ, മഹാഭാരതം നടക്കട്ടെ. നീ എൻജോയ് ചെയ്യ്. അപ്പൊ പിന്നെ ഞാൻ ഇവരിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു വഴി കണ്ടുപിടിക്കാം. സൂപ്പർ ബച്ചമ്മേ, എന്താ ഐഡിയ. പ്രണവ് എനിക്ക് ഒരു പുതിയ ഹെഡ്ഫോൺ തന്നിട്ടുണ്ട്. എന്തായാലും അത് വെച്ചൊന്ന് കേൾക്കാം. ഒന്നുമില്ല, ജസ്റ്റ് ജോക്കിംഗ്. ഞാൻ പോവാ. എന്ത് കരുതി, എന്നിട്ട് എന്താ സംഭവിച്ചത്? തനുവിന്റെ ഇത്രയും നല്ല ഒരു തെളിവ് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് അത് മോഷ്ടിക്കപ്പെട്ടു. ഇത്തവണയും പ്ലാൻ എല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. ആ നശിച്ച പവർ കട്ട് ഉണ്ടാവാതിരുന്നെങ്കിൽ എല്ലാ സത്യവും എല്ലാവരും അറിഞ്ഞേനെ. അഭി സ്വയം കണ്ട് എല്ലാം മനസ്സിലാക്കിയേനെ. പ്രിയച്ചി ഞാൻ പിടിച്ചത് ആ നിഖിലിനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു 10 അടി കൂടുതൽ അടിച്ചേനെ അവനെ. ആ പ്രണവ്, പിന്നെ നീ കുറച്ചൊന്നുമല്ല അവൻ അടിച്ച്. അവന് നേരെ നടക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. എൻ്റെ സ്വയം പ്രണവ്, അവനെ എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ അവനെ ഞാൻ ഒരു പഞ്ചിങ് ബാഗ് ആക്കിയേ. പ്രിയച്ചി അവൻ ഇന്ന് കിട്ടി ഇടിവെച്ച് നോക്കുമ്പോൾ നടക്കാൻ പോയിട്ട് കുറച്ച് ദിവസം അവനൊന്ന് അനങ്ങാൻ പോലും കഴിയില്ല. പ്രണവ്, നമുക്കിതൊരു പ്ലാൻ മാത്രമായിരുന്നു. പക്ഷെ പ്രിയേട്ടത്തേക്ക് ജീവിതമാണ്. ഏട്ടത്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ശരിക്കും എന്നോട് പറയാമായിരുന്നല്ലോ. ഞാൻ പറയാൻ വന്നപ്പോ നീ ലൈറ്റ് ഓഫ് ആക്കി എന്റെ വാ പൊത്തി പിടിച്ചു. പിന്നെ ഞാൻ എങ്ങനെയാ നിന്നോട് പറയാ? ഓ പ്ലീസ്, നിന്റെ ഈ പരാതി ഒന്ന് നിർത്തു തനു. പിന്നെ നീ കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടെന്നുള്ള നിന്റെ ഈ ഷോ ഓഫ് ഒന്ന് നിർത്ത്. ഞാൻ രക്ഷപ്പെട്ടത് ഞാൻ വിചാരിച്ചിട്ട് മാത്രമാണ്. തനു പ്ലീസ്, ഇനി വഴക്കുണ്ടാക്കരുത്. ഏറ്റവും ഇമ്പോർട്ടന്റ്, ഈ കാര്യത്തിൽ നമ്മളിപ്പോ സേഫ് ആണ്. പക്ഷെ ഇപ്പോഴത്തേക്ക് മാത്രം. കാരണം പ്രിയ ഇപ്പൊ പെരുമാറുന്നത് ഒരു സിംഹത്തെ പോലെയാണ്. എപ്പോ വേണമെങ്കിലും നമ്മളെ ആക്രമിക്കാം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അലർട്ട് ആയിരിക്കണം. ഈസ് ഇറ്റ് ക്ലിയർ? ബൈ. ഇവക്ക് ഞാൻ എന്തിനാ മൂടി കൊടുക്കുന്നത്? തണുത്ത് വിറച്ച് അവിടെ കിടക്കട്ടെ. എനിക്കെന്താ ഇവളോട് സിമ്പതി തോന്നുന്നേ? ഇവളുടെ തലക്കെട്ട് ഒരെണ്ണം കൊടുക്കേണ്ട ദേഷ്യമുണ്ട്. എന്നാലും
എനിക്കറിയോ, ഞാൻ രാത്രി നിന്നെക്കുറിച്ച് ചിന്തിച്ച് ഉറങ്ങുന്നു, നിന്റെ ഓർമ്മകളുമായി. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ ബലൂണിനെ കണ്ടു. ഞാൻ വളരെ ഹാപ്പിയാണ്. ഇനിയുള്ള ജീവിതത്തിൽ അങ്ങോട്ട് എല്ലാ ദിവസവും നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ഹലോ, ഇതെന്താ ഇത്? പാർട്ടി നടക്കുക. വന്നു ജോയിൻ ചെയ്യാം. ഇത് നിന്റെ ലൈഫാ, നീ തന്നെ തെരഞ്ഞെടുത്ത് നീ തന്നെ പാർട്ടി നടത്തിക്കും. നോക്ക്, നീ ഇവിടെ എന്തിനാ വന്നേ? ഞാൻ നിന്നോട് കുറച്ച് സംസാരിക്കാനാ വന്നേ. ഞാൻ വെറും വയറ്റിൽ ആരോട് സംസാരിക്കാറില്ല. നിനക്ക് നീ എന്നോട് സംസാരിക്കണമെങ്കിലേ എനിക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഓക്കെ? ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റ് ഓംലെറ്റ്. ഓംലെറ്റ്? അത് മുട്ട കൊണ്ടല്ലേ ഉണ്ടാക്കണ്ടേ? ഓഫ് കോഴ്സ് മുട്ട കൊണ്ട് തന്നെയാ. നീ എനിക്ക് വേണ്ടി മുട്ട കൊണ്ട് ഓംലെറ്റ് ഉണ്ടാക്കി തരണം, എന്നാലേ ഞാൻ സംസാരിക്കൂ. നിനക്ക് എന്നോട് സംസാരിക്കണ്ടേ? എന്നാ പിന്നെ ഓംലെറ്റ് അല്ല, ഞാൻ അതല്ല പറഞ്ഞത്. എനിക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയില്ല. എങ്ങനെയാ ഉണ്ടാക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നീ ഒന്ന് ചെയ്ത് നോക്ക്. മതിയോ? അത് മതി. നാട്ടുകാർക്ക് വേണ്ടിയല്ലല്ലോ ഉണ്ടാക്കുന്നേ, എനിക്ക് വേണ്ടിയല്ലേ. അതിൽ കുറച്ച് ഉള്ളിയിട്. ഉള്ളി എവിടെ ഇരിക്കുന്നു? നിന്റെ മുന്നിൽ തന്നെയുണ്ട്, റൈറ്റ് സൈഡിൽ നോക്ക്. ഓ ഓ, എന്ത് ചെയ്യുവാ തനു? ഒന്ന് ശ്രദ്ധിക്ക്. ഇനി എന്താ ചെയ്യണ്ടേ? അതില് മുട്ടയിട്. ഇതെങ്ങനെ തുറക്കും? ഇതിൽ വെക്കട്ടെ? അതിന് തുറക്കല്ല, പൊട്ടിക്കാ വേണ്ടത്. എങ്ങനെ പൊട്ടിക്കും? നിന്റെ തലയിൽ വെച്ച് പൊട്ടിക്കും. ഏയ്, നിനക്ക് ശരിക്കും വട്ടാണ് തനു. തലയിൽ വെച്ച് പൊട്ടിക്കാൻ പോകുന്ന. അതിനെ തറയിൽ വെക്ക്, എവിടെയെങ്കിലും വെച്ച് എങ്ങനെയെങ്കിലും ഒന്ന് പൊട്ടിച്ച് അതിൽ ഒഴിക്കും. നിനക്ക് അതും അറിയില്ല. നന്നായി ഏട്ടൻ നിന്നെ കെട്ടാത്തത്. നീ ഏട്ടന്റെ അല്ല, ആരുടെയും വൈഫ് ആവാനുള്ള യോഗ്യതയില്ല നിനക്ക്. ഞാൻ എന്തായാലും വൈഫ് ആവും. നിനക്കാണ് സഹോദരി എന്ന് പറയാൻ കഴിയാത്തത്. അബി എന്തുകൊണ്ടാ നിന്നെ പുറത്താക്കിയെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അല്ലെ? നിനക്കറിയോ, നീയും അതേ വഴി തന്നെ സഞ്ചരിക്കുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിന്നെ ചവിട്ടി പുറത്താക്കും. മനസ്സിലായി? നിന്റെ ആഗ്രഹം അതാണല്ലേ? നിന്റെ കാര്യം എങ്ങനെയായി? മറ്റുള്ളവരുടെ ജീവിതം നന്നാവുന്ന നിനക്കൊരു തരം നീറ്റിലല്ലേ? നീറ്റിലുണ്ട്. അതുകൊണ്ടാ ഈ ഓൺമെന്റ് ഇടുന്നത്. നോക്ക്, നല്ല നീറ്റിലുണ്ട്. നീ എന്നെ വീണ്ടും കുറ്റപ്പെടുത്തുക. എന്നോട് സംസാരിക്കരുത് നീ. അല്ലെങ്കിൽ ഞാൻ ചത്തുപോയനെ. നീ ഇങ്ങോട്ട് വന്ന ഞാനല്ല കേട്ടോ, മനസ്സിലായി? ഞാൻ പോവാ. എന്നാ പിന്നെ ഇറങ്ങിപ്പോക്കോ. എന്റെ ഒപ്പം നിന്നെ കണ്ടാലും നിന്റെ ഒപ്പം എന്നെ കണ്ടാലും എന്തായാലും നിന്നെ പുറത്താക്കും. Get out. ചെയ്താലും മറ്റേ ആള് പിടിക്കപ്പെടും. തനു എന്തായാലും സത്യം പറയില്ലെന്ന് ഉറപ്പാ. അപ്പൊ പിന്നെ നമുക്ക് നിഖിലിനെ കൊണ്ട് പറയിക്കേണ്ടി വരും. നീ എന്താ ഉദ്ദേശിക്കുന്നേ? നിഖിൽ സത്യം പറയോ? എന്താ നിഖിലിനെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നത്? നന്നായി പ്രണവ് നീ വന്നത്. എനിക്ക് നിഖിലിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും വേണം. അവന്റെ പാസ്റ്റിനെ കുറിച്ച് ചെറുതാണെങ്കിൽ പോലും എല്ലാം അറിയണം. പഴയ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ. അതൊക്കെ ശരി പ്രിയേച്ചി, പക്ഷേ ഡീറ്റെയിൽസ് വെച്ച് എന്ത് ചെയ്യാനാണ് പ്രിയേച്ചി? പുതിയ പ്ലാൻ വല്ലതും ചിന്തിച്ചായിരുന്നോ? പ്രണവ് നീ ആദ്യം ഡീറ്റെയിൽസ് കൊണ്ടുവരൂ. അതിനുശേഷം ഞാൻ നിഖിലിനെ ഇൻവൈറ്റ് ചെയ്യാം, ഒരു സ്പെഷ്യൽ ഡിസ്കഷന് വേണ്ടി. വലിയ തെറ്റായി പോയി. ഒരു കാര്യം ചെയ്യ്, എന്തിനാ ഇങ്ങോട്ട് വന്ന്? ഇനി സമയമുണ്ട്. Get out. ഞാൻ ശരിക്കും ഇവിടുന്ന് പോകട്ടോ? നോക്കുന്നു, വെറുതെ ഒന്നും പറയണ്ട. എനിക്കറിയാം നീ പറയാൻ വന്ന കാര്യം എന്തായാലും പറയാതെ ഒരിക്കലും പോകാൻ പോകുന്നില്ല. നീ പറയാനുള്ള എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് get out. എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം. Really? പുതിയ വല്ല കാര്യവും പറയും. ഞാൻ പറയുന്ന മുഴുവനായിട്ടൊന്ന് കേൾക്കും, ഇടയ്ക്ക് കയറി പറയാതെ. ഇത്തവണ പ്രോബ്ലം കുറച്ച് വലുതാണ്. തനു, നിനക്ക് ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ. ഓരോ തവണ നീ അത് മാറ്റി മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കും. അടുത്തത് പറ. ആക്ച്വലി ഇത്തവണ എന്റെയും പ്രിയയുടെയും സത്യം ശരിക്കും പുറത്തു വന്നായിരുന്നു. എന്തോ? എന്നെ വിളിക്കുമ്പോ ഞാൻ എന്റെ ആളെ വിളിക്കും. അയാള് നിന്റെ അടുത്ത് സ്പീഡിൽ വണ്ടിയുമായിട്ട് വന്ന് അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കും. പക്ഷെ ഡോണ്ട് വറി, നിനക്കും നിന്റെ കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല. ആ സമയത്ത് ഞാൻ അവിടെ നിന്നെ രക്ഷിക്കാൻ വരും. അപ്പൊ ഏട്ടൻ വിചാരിക്കും ഞാനാണ് നിന്നെയും നിന്റെ കുഞ്ഞിനെയും രക്ഷിച്ചതെന്ന്. ആ സമയത്ത് നീ ഇമോഷണൽ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് പറയണം,
ഞാൻ കാരണമാണ് നീയും നിന്റെ കുഞ്ഞും ഇന്ന് രക്ഷപ്പെട്ടതെന്ന്. ഏട്ടൻ അല്ലെങ്കിൽ നിന്റെ കുഞ്ഞുമായിട്ട് വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് ഈ ലക്ഷ്യം ഫെയിൽ ആവില്ല. യാ റൈറ്റ്, നല്ല പ്ലാനാണ്. ഐ മീൻ ശരിക്കും ഇത് നടന്ന് നീ ആ വീട്ടിൽ കയറി വരുന്നത് ആർക്കും തടയാൻ കഴിയില്ല, പ്രിയയ്ക്കും പറ്റില്ല. എക്സാക്ട്ലി. സോറി. വാട്ട് സോറി? ആക്ച്വലി ധൃതിയിൽ വന്നത് കാരണം നീ ഇവിടെ ഉള്ളത് ഞാൻ കണ്ടില്ലായിരുന്നു. എന്ത് ധൃതിയാ നിനക്ക് അത്ര ഉള്ളത്? എന്നെ കാണാൻ പറ്റാത്തത്ര? അതെന്താണെന്നറിയോ തനു, ഈ ഇടയായിട്ട് ഞാൻ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാറുള്ളൂ. നീ എന്താ പറഞ്ഞേ? അത് പിന്നെ ഒന്നുമില്ല, തെറ്റെന്റെയാ. അതെന്താന്ന് വെച്ചാൽ ആക്ച്വലി ലൈഫിൽ കുറച്ച് ക്ഷമ വേണമായിരുന്നു. ക്ഷമ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു തനു. എക്സ്ക്യൂസ് മീ, യു കണ്ടിന്യൂ. നീ എന്താ പറഞ്ഞെന്ന് എനിക്കറിയാം. സംശയം എനിക്കുണ്ടായിരുന്നു. ഇവൻ പ്രിയയെ കണ്ടിട്ടുണ്ട്, അതും ക്ലിയർ ആയിട്ട്. അത് നന്നായി. പ്രിയയുടെ കൂട്ടാളികളെ കുറിച്ച് കൂടുതൽ അറിയുന്നത് എനിക്ക് അത്ര എളുപ്പമാവും. നിന്നെ തോൽപ്പിക്കാനുള്ള അവസരം ഞാൻ നഷ്ടപ്പെടുത്തില്ല. എന്റെ പ്ലാനാ ഫെയിലായത് ഞാനല്ല. അടുത്ത യുദ്ധത്തിന് വേണ്ടി കാത്തിരുന്നു. അപ്പോ അടുത്ത യുദ്ധത്തിന് വേണ്ടി തയ്യാറായിരുന്നു. ആലിയ പറഞ്ഞത് ശരിയാ. ഇവൾ ഉറപ്പായും ഇന്ന് രാത്രിക്ക് വേണ്ടി എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എത്രയും പെട്ടെന്ന് ആലിയ ഈ വീട്ടിൽ കൊണ്ടുവരണം. അവൾക്ക് ഇവളെ മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ. എന്റെ പ്ലാൻ നടത്തുന്നതിന് മുൻപ് ആലിയുടെ പ്ലാൻ എങ്ങനെയെങ്കിലും നടപ്പിലാക്കണം. നിനക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരുമല്ലോ. നീ കുറച്ച് വെയിറ്റ്. ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്ന റോബിനെ അല്ല. നീ എന്തിനാ എന്നെ നോക്കാൻ വേണ്ടി അവനെ വിളിക്കുന്നേ? റോബിനിവിടെ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അതുപോലെ നിന്നെ ശ്രദ്ധിച്ചോളൂ. ഒരു സെക്കൻഡ്. ഐഡിയ മോശമല്ല. അതായത് നിന്റെ കല്യാണം റോബിനുമായിട്ടാണ് നടക്കുന്നതെങ്കിൽ പിന്നെ നിനക്കൊരു പണിയെടുക്കാതെ ജീവിക്കാലോ. ഹൗ ഈസ് ദാറ്റ്? അബി ചുമ്മാ നീ എന്തിനാ വെറുതെ സീരിയസ് ആവുന്നേ? എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ നീ എന്നെ കളിയാക്കാണല്ലേ? ഞാൻ പിന്നെ എന്താ വേണ്ടേ? എന്തെങ്കിലും ചെയ്യൂ, എന്റെ അവസ്ഥ മോശമാവാണ് അബി. ഞാൻ കളിക്കാൻ പോവാ. നീ പുറത്തു പോയിക്കോ. എനിക്ക് സുഖമില്ലാതായ ഞാൻ നിന്നെ ഒരിക്കലും വിളിച്ച് ഡിസ്റ്റർബും ചെയ്യില്ല, ഫോൺ വിളിച്ചൊന്നും പറയില്ല നിന്നോട്. എന്റെ പൊന്നെ, ഒരു മിനിറ്റ്. നിക്ക്. നീ ഇവിടെ ഇരിക്കേ, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. നീ ഇരിക്കേ. ഇവളെന്തിനാ എന്നെ വിളിക്കുന്നേ? ഐ തിങ്ക് എന്തായാലും പ്രിയയുടെ ഫോൺ എടുക്കാം. തനുവിനെ വിശ്വസിക്കാൻ കഴിയില്ല. ഇന്ന് എന്റെ കൂടെ നിൽക്കും, നാളെ അബിയുടെ കൂടെ നിൽക്കും, മറ്റന്നാൾ മറ്റാരുടെയെങ്കിലും. വളരെ അൺഎക്സ്പെക്റ്റഡ് ആണ് അവൾ. തനുവിനെ സഹായിച്ച് ഇനി ഞാനും പ്രിയയുള്ള ബന്ധം മോശമാക്കണ്ട. ആ പ്രിയ ആദിത്യ വലിയൊരു പിടിവള്ളിയാണ്. ഷീ കുഡ് ബി മൈ ഫ്യൂച്ചർ. നിഖിൽ, ഞാൻ പ്രിയയെ സമ്മതിക്കുന്നില്ലേ? നിങ്ങൾ അവളുടെ ഭാവി ഭർത്താവല്ലേ? നിങ്ങൾ പോകേണ്ട സ്ഥലത്ത് റോബിൻ അയച്ച ബഹളം വെക്കാതെ എന്ത് ചെയ്യും? നീ എന്നെ ഒരുപാട് തവണ സഹായിച്ചിട്ടുണ്ടല്ലോ, അപ്പോഴൊക്കെ ഞാൻ ബഹളം വെച്ചോ? ഇല്ലല്ലോ. അത് അവള് മനസ്സിലാക്കണ്ടേ? നീ വന്ന് അവൾക്ക് പറഞ്ഞു കൊടുത്തേ. അതെ, വീട്ടിൽ വേറെ സ്ത്രീകളുണ്ടല്ലോ, അവരോട് പറയാ. അച്ഛൻ അമ്പലത്തിൽ പോയിരിക്കോ, മൈതിലെടുത്തിയാണെങ്കിൽ ഹോസ്റ്റലിലും പോയിരിക്കോ, രചനയാണെങ്കിൽ. ഞാൻ എന്തിനാ തനുവിനെ സഹായിക്കുന്നത്? കാരണം നിനക്കറിയില്ലേ, മൈൻസിലെ ആൾക്കാർ ഈജിപ്തുകാരെ ആക്രമിച്ചില്ലേ? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈജിപ്തുകാരുണ്ടല്ലോ ഇങ്ങനെ പറയത്തുള്ളൂ, മോഹൻജദാരോ. നിങ്ങളുടെ ഈ ഹിസ്റ്ററി ഒക്കെ കേട്ടിട്ട് എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്ന് തോന്നുന്നു. പോകാം. എന്നാ വരൂ. നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായങ്ങൾ ഒന്നായി തീർന്നത് ഇപ്പൊ ആദ്യമായിട്ടാ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലേ നമുക്ക് 3 പേർക്കും പരസ്പരം മനസ്സിലാക്കി നല്ലതുപോലെ മുന്നോട്ട് പോയിക്കൂടെ? അങ്ങനെയാകുമ്പോൾ ഞാനും ഹാപ്പി ആയിരിക്കും. എനിക്ക് തീരെ സമയമില്ല. ഇവളുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ പരിഹരിക്കാൻ നോക്ക്. പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ ചെയ്യൂ. വരൂ അബി. വാ, നിനക്ക് ഫ്രഷ് എയർ അല്ലേ വേണ്ടത്? വാ. ഞാൻ തനുവിന്റെ ആബ്സൻസിൽ നിഖിലിനെ വരുത്താൻ നോക്കി. ഇവളെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ ബുദ്ധിമുട്ടാവുന്ന കരുതിയത്. പക്ഷെ എല്ലാം വളരെ ഈസിയായി നടന്നല്ലോ. എന്തൊക്കെയായാലും ഈ സമയത്ത് നിഖിലിനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അവൻ ചിന്തിക്കും, അന്ന് രാത്രി അച്ഛനാകാനുള്ള ആഗ്രഹം അവൻ കൺട്രോൾ ചെയ്തിരുന്നെങ്കിലോ എന്ന്. പിന്നെ ആ പ്രഗ്നൻസിയുടെ 9 മാസമില്ലേ, അതില് പെണ്ണുങ്ങളെയും കാട്ടി കൂടുതൽ ആണുങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങൾക്കറിയോ, ഇവൾക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങാനാ വന്നത്. ഇനിയിപ്പോ ഐസ്ക്രീം കഴിക്കുന്നില്ല എന്ന് പറയും. കഴിക്കുന്നില്ലല്ലോ അല്ലേ? അല്ല, വേണം, ഐസ്ക്രീം വേണം. പക്ഷെ ഇവിടുന്ന് വേണ്ട. എങ്കിൽ വാ, നമുക്ക് പോവാം. അല്ല, ഞാൻ ഇവിടുത്തെ ഐസ്ക്രീം
പാർലറിൽ നിന്ന് കഴിക്കണ്ടെന്നാ പറഞ്ഞത്. ആ സൈഡിലുള്ള ഐസ്ക്രീം മതി. അതാ ആ സൈഡ്, അവിടെ കുൽഫി ടൈപ്പ്. വാ. പ്രിയ അവൾക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കൊടുക്കാനല്ലേ പറഞ്ഞത്. അവൾ പറയുന്നിടത്ത് കൊണ്ടുപോയിക്കോളാനും പറഞ്ഞു. അതൊക്കെ ചെയ്തു. ഇനി ഒരു കുൽഫിയും കൂടെ. അതുകൊണ്ട് അവനിപ്പോ പുതിയ ഷോർട്ട് കട്ട് തപ്പുകയാണ് പൈസക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ചിന്തിച്ച ശരിയാ, ഈ നിഖിൽ തനുവിനോടൊപ്പം പണത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അവന് തോന്നുന്നുണ്ടാവും എന്തായാലും തനു ഇദ്ദേഹത്തെ കല്യാണം കഴിക്കും, പിന്നെ അവരുടെ കാര്യം സെറ്റിൽഡ് ആവുമെന്ന്. പ്രണവ്, നമുക്കൊരു കാര്യം ചെയ്താലോ? നമ്മുടെ കമ്പനിയിൽ നിഖിലിന് നല്ലൊരു പോസ്റ്റ് ഓഫർ ചെയ്താലോ? അവന്റെ സ്വഭാവം വെച്ച് അവൻ ഉടനെ ചിന്തിക്കും ഈ കമ്പനി തന്നെ അങ്ങ് ഓവർടേക്ക് ചെയ്യാന്ന്. അവന്റെ ഫ്യൂച്ചർ സേഫായ ചിലപ്പോ അവൻ ഈ കുഞ്ഞിനെ കുറിച്ചുള്ള സെന്റിമെന്റ്സ് മാറുകയും തനുവിനെതിരായി നമുക്ക് തെളിവ് തരികയും ചെയ്താലോ? എന്തെങ്കിലും ഒരു രഹസ്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അത് നിനക്ക് പ്രയോജനം ചെയ്യും. ഇത്തവണ ആ തനു ഉണ്ടല്ലോ, അവള് ശരിക്കും പിടിക്കപ്പെടുമെന്ന എന്റെ വിശ്വാസം. ഒരു സ്ത്രീയെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്നതിനേക്കാളും വളരെ എളുപ്പം അച്ഛമ്മ ഒരു പുരുഷനെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി തനുവിനെ അകപ്പെടുത്താനുള്ള പ്ലാൻ ഉണ്ടാക്കുക. മൈഥിലി, ഇത് നിന്റെ ആഗ്രഹത്തിനേക്കാൾ അപ്പുറമുള്ള കാര്യമാ. എന്തേലും പറയും. ഓ, അപ്പൊ നീ പറഞ്ഞു വരുന്നത് സ്ത്രീ പറയാതിരുന്നാലും എത്ര ശ്രമിച്ചാലും പുരുഷനാണെങ്കിൽ ഇമോഷണലായി എല്ലാം തുറന്നു പറയും അല്ലേ? അങ്ങനെയല്ലേ രചന നീ പറഞ്ഞു വരുന്നത്? ഇപ്പോഴല്ല, ഒന്നും തരില്ല, ഒരിക്കലും തരില്ല. ഞങ്ങൾ പറയുന്നത് നീ ഒളിച്ചു നിന്ന് കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ എല്ലാ ഷോളും ഒരിടത്ത് കൂട്ടിയിട്ട് ഞാൻ കത്തിച്ചു കളയും. അങ്ങനെയൊന്നും ഇല്ല അച്ഛമ്മേ, അതിനുള്ള അവസ്ഥയൊന്നും വരില്ല. ഞാൻ അങ്ങനെ ഒന്നും കേൾക്കില്ല. അഥവാ കേട്ടാലും ഞാൻ നിങ്ങളോട് പറയാം. അങ്ങനെ എന്ത് കാര്യമുള്ളേ? അച്ഛമ്മ അതിനുവേണ്ടി ഇത്രയും വലിയ സമ്മാനം തരാൻ വരെ തയ്യാറാവുന്ന പ്രിയയുടെ തന്നെ കാര്യമായിരിക്കും. അതും നിഖിലും തനുവുമായി കണക്ഷനുള്ള. അപ്പൊ മൈഥിലി, നീ ഈ കാര്യം അറിയുക തന്നെ വേണം. ഇത് കാണിക്കൂ. അബി, നിന്നിൽ നിന്ന് നിന്റെ ഫാമിലി പോവാതിരിക്കാൻ ഇവളെ രക്ഷിച്ചു. ഇവളെയും ഫാമിലിയുടെ ഒപ്പം താമസിപ്പിക്കാം അബി. ഇവളുടെ ആരോഗ്യം ശരിയാവുന്നത് വരെ മാത്രം മതി. അബി, അത് എന്റെയും കൂടെ വീടല്ലേ. എന്റെ ഇഷ്ടം അവിടെ നടക്കില്ലേ അബി? തനു, ആ വീട് നിന്റെയോ എന്റെയോ അല്ല, അത് പ്രിയയുടെയാണ്. പ്ലീസ് അബി, നീ വിചാരിച്ച എന്തും ചെയ്യാൻ പറ്റും. ശരി, നീ ആലിയെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകാം. പക്ഷെ നീ ഡിസൈഡ് ചെയ്യാൻ നീ എന്റെ കൂടെയാണോ അതോ പ്രിയയുടെ കൂടെയാണോ? കൺഗ്രാറ്റുലേഷൻ. നിങ്ങളെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലേ? ഞാൻ പറഞ്ഞു തരാം. അതെന്താന്ന് വെച്ചാൽ, ഒരു സ്ഥലത്ത് സ്വർണത്തിന്റെ കുഞ്ചലങ്ങൾ വെച്ച ഷോൾ വെച്ചിട്ടുണ്ട്. അഥവാ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ എന്നോട് പറയുകയാണെങ്കിൽ ആ ഷോൾ ഉണ്ടല്ലോ അതെനിക്ക് കിട്ടും. നിങ്ങൾ കാരണം എനിക്ക് ആ ഷോള് കിട്ടുവാണെങ്കിലേ ഒരു ദിവസത്തേക്ക് നിങ്ങൾക്കും അത് യൂസ് ചെയ്യാൻ തരാം. ഒരു സെക്കൻഡ് ഏട്ടത്തി. അല്ല, ഈ സ്വർണ്ണ നിറമുള്ള ഷോൾ ഒരു പുരുഷന് നൽകുവോ? അതെ, അതിലിത്ര മോശം എന്താ? നിങ്ങൾ ഈ ഭജനയൊക്കെ കാണാറില്ലേ? അത് പാടുന്ന ആളുകള് അവരിതുപോലെയുള്ള ഷോളൊക്കെ ഇടുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മ്യൂസിക് കോൺസെർട്ട് അത് ഉപയോഗിച്ചൂടെ? സ്വർണത്തിന്റെ കുഞ്ചലമല്ലേ? ഏട്ടത്തി, ഈ സ്വർണ്ണ നിറമുള്ള ഷോൾ ഒരു പുരുഷന് നൽകുവോ? അതെ, അതിലിത്ര മോശം എന്താ? നിങ്ങൾ ഈ ഭജനയൊക്കെ കാണാറില്ലേ? അത് പാടുന്ന ആളുകള് അവരിതുപോലെയുള്ള ഷോളൊക്കെ ഇടുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മ്യൂസിക് കോൺസെർട്ട് അത് ഉപയോഗിച്ചൂടെ? സ്വർണത്തിന്റെ കുഞ്ചലമല്ലേ? ഏട്ടത്തി, ഞാനിവിടേക്ക് ഒരു നല്ല മൂഡിലാ വന്നത്. പ്ലീസ് എന്റെ മൂഡ് നശിപ്പിക്കരുത്. പ്ലീസ് എന്നെ എന്റെ ജോലി ചെയ്യാൻ അനുവദിക്കൂ. നിങ്ങൾ പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്കൂ പ്ലീസ്. പക്ഷെ നിങ്ങളിത് എങ്ങോട്ടാ പോകുന്നേ? ഞാൻ പ്രിയയെ കാണാൻ പോട്ടെ? അതിനെന്താ പൊയ്ക്കോളൂ. അല്ല ഏട്ടത്തി, ഒരു കാര്യം ചോദിച്ചോട്ടെ, പ്രിയ എവിടെയെന്ന് അറിയാമോ? ഞാനെന്തിനാ പറയുന്നേ? അവൾ അവളുടെ മുറിയിലുണ്ടെന്ന്. നിനക്ക് അവളെ കാണണമെങ്കിൽ നീ തന്നെ പോയി അന്വേഷിച്ചു കണ്ടു. കൈകൾ ചലിക്കുന്നുണ്ടല്ലേ? ഇനി ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങിയ, സംസാരിക്കാൻ തുടങ്ങിയ ഞാൻ തന്നെ നിങ്ങളെ ഉടനെ തന്നെ മുകളിലേക്ക് പറഞ്ഞയക്കും കേട്ടോ. അതുകൊണ്ട് സർലാൻഡി, മഹാഭാരതത്തിൽ ഗാന്ധാരി അവരുടെ ഭർത്താവിന് വേണ്ടി സാക്രിഫൈസ് ചെയ്തില്ലേ? അതുപോലെ നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയെങ്കിലും സാക്രിഫൈസ് ചെയ്യണം. കാരണം എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ മോളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്.
നിങ്ങളെ അവിടേക്ക് അയക്കാൻ വേണ്ടി എന്നെ ദയവായി നിർബന്ധിക്കരുത് കേട്ടോ. ഇപ്പൊ ഞാൻ ദൂരെ നിന്ന് നിങ്ങളുടെ കാലിൽ ഒരു ഗുഡ് ബൈ കിസ് തരാം കേട്ടോ. ബിഹേവ് യുവർ സെൽഫ്. സന്തോഷ വാർത്ത ഉണ്ടല്ലോ. കഴിഞ്ഞ തവണ കൈ ചലിക്കാൻ തുടങ്ങിയിരുന്നു, ഇപ്പോ കാലി ചലിക്കാൻ തുടങ്ങി. കുറച്ചു ദിവസം കഴിയുമ്പോ ആന്റിക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് മൊമെന്റ്. എല്ലാം ശരിയാവും അമ്മ. അമ്മ നടക്കും, അമ്മ സംസാരിക്കും, അമ്മ പഴയതുപോലെ സ്മാർട്ട് ആവും. എല്ലാം ശരിയാവും. എന്റെ അമ്മ വിഷമിക്കല്ലേ, എല്ലാം വേഗം ശരിയാവും. ഇറ്റ്സ് ഓക്കെ പ്രണവ്. ഇവർ രണ്ടുപേരും തനിച്ച് കുറച്ചു നേരം ഇരിക്കട്ടെ. യു അണ്ടർസ്റ്റാൻഡ്? മദർ ആൻഡ് ഡോട്ടർ മൊമെന്റ് അല്ലേ? എന്തു പറയുന്നു? വിഷമിക്കണോ എന്ന് എനിക്കറിയില്ല. എന്തു വന്നാലും എനിക്കിവനെ അമ്മയുടെ മുന്നിൽ കൊണ്ടുവരണം. എല്ലാ തവണയും നിഖിലിന് മുന്നിലെത്തുമ്പോൾ തന്നെ അമ്മ റിയാക്ട് ചെയ്യുന്നു. ഇത് കാണുമ്പോൾ സന്തോഷിക്കണോ വിഷമിക്കണോ എന്ന് എനിക്കറിയില്ല. എന്തു വന്നാലും എനിക്കിവനെ അമ്മയുടെ മുന്നിൽ കൊണ്ടുവരണം. എന്റെ രീതിക്ക് തന്നെ, ഞാൻ വിചാരിക്കുമ്പോൾ മാത്രം. അതങ്ങനെ തന്നെ സംഭവിക്കാവൂ. നിഖിൽ അമ്മയെ സംബന്ധിച്ച് ഒരു അപകടകാരി തന്നെയാണ്. പ്രിയന്ത, സുഖമല്ലേ? ഐ ഹോപ്പ് ഐ എം നോട്ട് ലേറ്റ്. നോട്ട് അറ്റ് ഓൾ. നിഖിൽ വരൂ. ഞാൻ കരുതി സ്വന്തം കമ്പനിയുടെ കാര്യത്തിൽ നിങ്ങൾ ബിസി ആയിരിക്കുമെന്ന്. പുതിയ ജോലിക്ക് വേണ്ടി സമയം കണ്ടെത്താനാവോ? അബി ദ റോക്ക് സ്റ്റാർ ആൻഡ് നിങ്ങളെ പോലുള്ള സ്മാർട്ട് ബിസിനസ് വുമണിന്റെ ഒപ്പം ജോലി ചെയ്യാനുള്ള ചാൻസ് ആര് നഷ്ടപ്പെടുത്തും? ഐ തിങ്ക് നിങ്ങൾ ഇന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എനിക്ക്. ഇറ്റ്സ് എ വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി. That's the only reason. Okay, but I'll have to think about it. Sure. ഇവൻ വളരെ പെട്ടെന്ന് തന്നെ എന്റെ വലയിൽ കുടുങ്ങിയല്ലോ. എന്തായാലും ഇതുവരെ നിഖിലിന് സംശയമൊന്നും തോന്നിയിട്ടില്ല. ഏറ്റവും നല്ല കാര്യം, സ്വന്തമായി തന്നെ അവൻ അവന്റെ പേര് പറഞ്ഞു. പ്ലാൻ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അച്ഛമ്മ, എനിക്കറിയാം ഇവൾ ചെയ്ത തെറ്റുകൾ കാരണമാ ഇവളെ ഇവിടുന്ന് പുറത്താക്കിയെന്ന്. പക്ഷെ അവളത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ അച്ഛമ്മേ, അറിയാതെ ചെയ്തതല്ലേ. ഉപകാരം, പുണ്യപ്രവൃത്തി, സഹായം ഇതൊക്കെ ഉള്ളിൽ നിന്നാ ചെയ്യേണ്ടത്. ഞാൻ അബിയുടെ ഒപ്പം പുറത്തു പോയപ്പോ എന്നെ ഒരു കാർ ഇടിക്കാൻ വന്നു. അബി ഒരുപാട് ദൂരെ നിൽക്കുമായിരുന്നു. പക്ഷെ എനിക്കറിയില്ല ആലി എങ്ങനെയാ വന്നേന്ന്. അവൾ ഓടി വന്ന് അവളുടെ ജീവൻ നോക്കാതെ എന്നെ രക്ഷിച്ചു. ഇതൊക്കെ മനുഷ്യനുള്ളിൽ നിന്നല്ലേ ചെയ്യുന്നേ അച്ഛമ്മേ. നമ്മൾ അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കി, പക്ഷെ അവൾ നമ്മളെ ആരെയും വെറുക്കുന്നില്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ അവൾക്ക് പാവം ഒരുപാട് മുറിവ് പറ്റിയിട്ടുണ്ട്. ഇവളെ ഞാൻ എങ്ങനെയാ ഈ അവസ്ഥയിൽ ഔട്ട് ഹൗസിൽ വിട്ടിട്ട് വരിക? ഇങ്ങനെ ഞാൻ ചെയ്തത് നല്ലതല്ലേ അച്ഛമ്മേ? ഇവൾ നമ്മളോട് എന്ത് തെറ്റ് ചെയ്തു? നമ്മൾ ഇവളോടാ തെറ്റ് ചെയ്തേ. ഇവൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവൾക്ക് നല്ലത് ചെയ്യേണ്ടത് നമ്മുടെ കടമയല്ലേ? അതെ അതെ, ഇവൾ പറയുന്നത് വളരെ ശരിയാണ്. ഇവൾക്ക് നല്ല മുറിവുണ്ടല്ലോ. എത്ര നേരം വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരുത്തുന്നേ? ആരെങ്കിലും ഇവളെ ഒന്ന് മുറിയിലേക്ക് കൊണ്ടുപോ. ഞാൻ അലിക്ക് ജ്യൂസ് എടുത്തിട്ട് വരാം. ആ പെട്ടെന്ന്. ഈ നിഖിൽ ഇവിടെ എന്താ ചെയ്യുന്നേ? എനിക്കറിയാം ആലിയെ വീട്ടിൽ കൊണ്ടുവരുന്നതിനുള്ള നിന്റെ പ്ലാനാണിതെന്ന്. ആലിയെ വീട്ടിൽ കൊണ്ടുവന്നത് അതെന്തിനാണെന്നും എനിക്കറിയാം. പക്ഷെ നിനക്കറിയില്ല നിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ ആരെയാ നിർത്താൻ പോകുന്നതെന്ന്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. എന്റെ അടുത്ത പ്ലാൻ നിങ്ങൾ രണ്ടിനെയും തകർത്ത് കളയും. ഇതാ നീ നിന്റെ മുറിയിലെത്തിയിരിക്കുന്നു. ഫൈനലി ഞാൻ എന്റെ മുറിയിൽ എത്തിയിരിക്കുന്നു തനു. യു നോ വാട്ട്, ആക്സിഡന്റ് നടത്തി എല്ലാവരെയും വിട്ടികളാക്കി. പക്ഷെ എന്നെ പറ്റിക്കാൻ കഴിയില്ല. എനിവേ, ഇനി എന്താ നിന്റെ പ്ലാൻ? ആദ്യം നമ്മള് നമ്മുടെ ഈ വിജയത്തെ ആഘോഷിക്കും. നീ പ്രിയയുടെ മുഖം കണ്ടോ തനു? അവൾ എന്റെ മുഖം നോക്കിയപ്പോ പാവം പണി കിട്ടിയ പോലുള്ളൊരു ഭാവമായിരുന്നു, ഇപ്പോഴത്തെയും പോലെ. എനിവേ, ഇനി നമ്മള് വളരെ അലേർട്ടായിരിക്കണം തനു. അവള് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ അവളെ പുറത്താക്കാൻ
നമ്മൾ ഒരുപാട് ശ്രമിച്ചില്ലേ, അതുപോലെ നമ്മൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എന്നാലേ രക്ഷയുള്ളൂ. ഇനി നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവള് നമ്മളെ ഇവിടെ നിന്ന് പുറത്താക്കും. അങ്ങനെ എന്തെങ്കിലും നടക്കുന്നതിന് മുമ്പ് നമ്മൾ അവളെ പുറത്താക്കാനുള്ള എന്തെങ്കിലും വഴി ആലോചിച്ച് കണ്ടുപിടിച്ചേ പറ്റും. കാരണം എന്റെ ഒപ്പം എന്റെ പ്രണയം, എന്റെ സുഹൃത്തുക്കൾ, പിന്നെ എന്റെ കുടുംബവുമുണ്ട്. അവർക്ക് എന്ത് തന്നെ സംഭവിച്ചാലും അവരെന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവില്ല. ഇനി പതുക്കെ പതുക്കെ ശത്രുവിന്റെ ശത്രുവും എന്നെ സഹായിക്കാൻ തുടങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നീ മറന്നോ? നിനക്ക് ലഭിച്ചുവെന്ന് കരുതുന്ന വിജയം ആഘോഷിക്കാനായി 2 സെക്കൻഡ് നീ ശ്വാസം എടുക്കുന്ന സമയം കൊണ്ട് 2 അടി ഞാൻ മുന്നോട്ട് സഞ്ചരിച്ചിട്ടുണ്ടാവും. നീ ഇരിക്കൂ, ആഘോഷിക്കൂ, വിശ്രമിക്കൂ. പക്ഷെ പതുക്കെ പതുക്കെ ആമ തന്നെ ഈ പന്തയം വിജയിക്കും. ഈ പ്രിയ ആരുടെ കാര്യവും ആദ്യം ഇദ്ദേഹത്തിന്റെ ഈ മൂഡൊന്ന് ശരിയാക്കാൻ നോക്കാം. എന്താ ഇപ്പൊ ചെയ്യാ? ആ, മ്യൂസിക് തന്നെയാ ഇദ്ദേഹത്തിന്റെ മൂഡ് ശരിയാക്കാൻ നല്ലത്. പ്ലീസ് അതൊന്ന് ഓഫാക്കോ. ഒരു വ്യത്യാസവും ഇല്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്റെ ബലൂണിന് മാത്രമല്ലേ അറിയൂ. നിങ്ങളുടെ ബലൂണിൽ നിന്ന് തന്നെ ഇതൊക്കെ ഞാൻ അറിഞ്ഞത്. നിങ്ങളുടെ ബലൂൺ ഇതെല്ലാം റോക്ക് സ്റ്റാറിനോട് പറഞ്ഞു, റോക്ക് സ്റ്റാർ എന്നോട് പറഞ്ഞു. എന്റെ ബലൂണ് വേറെന്തൊക്കെയാ പറഞ്ഞു? ഞാൻ നിന്നെ എല്ലാ കാര്യങ്ങൾക്കും സഹായിച്ചത്. പക്ഷേ പ്രിയ ഇതെല്ലാം ഡയറക്റ്റ്ലി തരുന്നു, ഒരു റിസ്കും ഇല്ലാതെ. അപ്പൊ എന്തുകൊണ്ട് എനിക്ക് ആ ഓഫർ സ്വീകരിച്ചൂടാ? യു ടെൽ മീ. അനാവശ്യം പറയരുത് നിഖിൽ. പ്രിയയുടെ ഒരു ജോലി നീ ചെയ്യരുത്. അതിലൂടെ എന്റെ കാര്യം കൊള്ളാവും. ഇനി നീ മേലിൽ ആ വീട്ടിൽ വന്ന നിന്നെ ഞാൻ... തനു, ആ വീട് നിന്റെ അല്ല. പിന്നെ പ്ലീസ്, ഇനി മേലാൽ ഇതുപോലെ ഓർഡർ എന്നോട് ചെയ്യാൻ നിൽക്കണ്ട. കാരണം ഞാൻ റിയലൈസ് ചെയ്തു കഴിഞ്ഞു, നീ ശരിക്കും നിന്റെ ലൈഫിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. യു ആർ എക്സ്ട്രീംലി സെൽഫിഷ്. ഇനി മുതൽ ഞാനും എന്റെ ലൈഫിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അത് തന്നെ ആയിരിക്കും എനിക്ക് ഏറ്റവും നല്ലത്. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഞാൻ അവസാനമായിട്ടാ പറയുന്നത്. ഇനി ഫ്രൂട്ട്സിന്റെ വില എന്താകുമോ ആവോ. മമ്മി എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാ. വെറും 5 രൂപയ്ക്ക് വേണ്ടിയാ മമ്മി ഇത്രയധികം കഷ്ടപ്പെടുന്നത്. മമ്മിയുടെ ആഭരണങ്ങൾ കണ്ട പിന്നെ ആരും ബാർഗൈനും ചെയ്യില്ല. നീ എന്താ പറഞ്ഞു വരുന്നത്? അപ്പൊ ഞാൻ മാർക്കറ്റ് വരുമ്പോ ആഭരണം ഇടണ്ടെന്നോ? ഞാൻ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത്. ഇങ്ങനെയൊക്കെ ഒരുങ്ങി വന്നാലേ ഷോപ്പിംഗ് മോളിലാ പോകണ്ടേ. അയ്യോ, ഷോപ്പിംഗ് മോളോ? അത് കുറെ കൂടെ എക്സ്പെൻസീവ് അല്ലേ? പോരാത്തതിന് പ്രിയ ആണെങ്കിൽ ചെലവ് ചുരുക്കിയിരിക്കുക. ഒരുപാട് ചിലവാക്കിയാൽ അവൾ ഒരു നേരത്തെ ഫുഡ് പോലും തരില്ല. അവിടുത്തെ വലിയൊരു ആൾക്കൂട്ടം എന്തോ അപകടം പറ്റിയെന്നാ തോന്നുന്നത്. അതിന് നിനക്കെന്താ? അതെന്തെങ്കിലും ആവട്ടെ, വണ്ടി പോവോ?
ആ മാഡം പോലോ, 80 രൂപയോ? 80 രൂപയോ? പിന്നെന്തിനാ മീറ്റർ വെച്ചേക്കുന്നേ? കാണാനാണോ? മമ്മി മമ്മി ഇതൊന്നും സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയത്? നിഖിൽ, നീ എന്തായി പറയുന്നത്? എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്റെ ഭാര്യ എന്നൊക്കെ പറയുന്നു. സിമ്പിൾക്ക് വേണ്ടി ആക്ട് ചെയ്താ. നീ ഓവറാക്ട് ചെയ്യ്. ഈ സിറ്റുവേഷൻ മനസ്സിലാക്കി ചെയ്യ് പ്ലീസ്. നിഖില് തനുവിനെ വൈഫ് എന്നല്ലേ പറഞ്ഞു? സാർ എന്താ പറയുന്നേ? ഞങ്ങളെ കണ്ട അറിയില്ലേ ഡീസന്റ് ആണെന്ന്? സാർ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാളെ ചികിത്സിക്കാനുള്ള പൈസ ഞങ്ങൾ തരാന്ന്. സാർ എന്തെങ്കിലും ഒരു വഴി പറയൂ. തനു നിഖിലിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞത് ചേച്ചിയോട് പറഞ്ഞേ പറ്റൂ. സ്റ്റേഷൻ അടുത്ത് തന്നെയാണ്, അധിക സമയം വേണ്ടി വരില്ല. പെട്ടെന്നാ. എനിക്കതില് ഒരു പങ്കുമില്ല. ഇറ്റ് വാസ് ജസ്റ്റ് എ കോഇൻസിഡൻസ്. ഈ പറയുന്ന നിമിത്തങ്ങളിലൊന്നും ഞാനിപ്പോ വിശ്വസിക്കാറില്ല അലിയ. ഇപ്പോൾ എന്റെ മുഴുവൻ ശ്രദ്ധയും തനുവിലാണ്. ഓട്ടോമാറ്റിക്കലി ആരവളെ സഹായിച്ചാലും അവരെയും കൂടി ഞാൻ കുറച്ച് ശ്രദ്ധിക്കേണ്ടി വരും. ഇനി തനുവിന്റെ ഏതെങ്കിലും പ്ലാനിൽ നിനക്ക് പങ്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ തനുവിന് സംഭവിക്കാൻ പോകുന്നത് തന്നെയാവും നിന്റെയും അവസ്ഥ. അതുകൊണ്ട് എന്ത് ചെയ്താലും ചിന്തിച്ച് ചെയ്യണം. ആ മൈഥിലിയെടുത്തി ജ്യൂസ് അല്ല, ഒരു ബദാം ഷേക്കാ കൊടുക്കണ്ടേ. ഞാനിപ്പോ പറഞ്ഞു കൊടുത്തതെല്ലാം ഓർമ്മയിൽ സൂക്ഷിക്കണ്ടേ. അവളെ രക്ഷിക്കാൻ പോയത് ആലിയുമല്ലേ, പിന്നെ ഞാനെന്തിനാ പോകുന്നത്? അതുകൊണ്ട് തന്നെയാ ഫോൺ വന്നത്. നിങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ നിങ്ങളെ സാക്ഷിയാ. അതുകൊണ്ട് നിങ്ങളുടെ മൊഴി വേണമെന്ന് ഒരുപാട് തവണ അവര് വിളിച്ചു. ഞാൻ എവിടേക്കും വരുന്നില്ല, ഞാനിപ്പോ മ്യൂസിക് കേട്ടോണ്ടിരിക്കും. മൊഴി നൽകാൻ എത്ര സമയം വേണം? ഒന്ന് സ്റ്റേഷൻ വരെ പോണം, അന്ന് നടന്നത് എന്താണെന്ന് പറയണം, അത്രേ ഉള്ളൂ. അത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ വിളിക്കുമ്പോ നമ്മള് പോകാതെ ഒഴിവായാൽ അത് പിന്നെ പ്രോബ്ലം ആവില്ലേ? എനിക്ക് പോയല്ലേ പറ്റൂ. ഇവളല്ലെങ്കിൽ എനിക്കൊരു സമാധാനം തരുമെന്ന് തോന്നില്ല. എന്നാ പിന്നെ പോവല്ലേ? വേഗം പോവാ. തനു ആലിയയുടെ പേരിൽ പ്ലാൻ ഉണ്ടാക്കി. ഇനി ആലിയയുടെ പേരുപയോഗിച്ച് തന്നെ അവൾക്കുള്ള പണി കൊടുക്കാം. അവിടെ ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ടാ എനിക്കൊന്നും പറയാൻ പറ്റാഞ്ഞത്. പക്ഷെ സാർ നോക്കൂ, എന്റെ ഭാര്യ ആദ്യമായാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. അവളുടെ ആരോഗ്യം വളരെ മോശമാണ് സാർ. പിന്നൊരു കാര്യം, പോലീസ് സ്റ്റേഷൻ കണ്ടാൽ തന്നെ അവള് ടെൻഷനാവാൻ തുടങ്ങും. അത് കാരണം അവളുടെ ആരോഗ്യം മോശമാവും സാർ. അയാൾക്ക് എത്ര വേണമെങ്കിലും ഞാൻ പൈസ കൊടുക്കാം. എന്ത് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും ഞാൻ ചെയ്യാം. നോക്കൂ, സാറും ഒരുപാട് കഷ്ടപ്പെട്ടു. ഈ വെയിലത്ത് ഒരുപാട് തളർന്നു. സാറിനെ ഞാൻ പരിഗണിക്കാം. സാറിന് വേണ്ടത് ഇതിലുണ്ട്. നീ എന്താടാ കൈക്കൂലിയായിരുന്നു? നീ എന്താ ആളെ കളിയാക്കുന്നു? ഒരു പോലീസുകാരനാണോ കൈക്കൂലിയായിരുന്നത്? അത് ഓൺ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരന് ഡബിൾ ചാർജാണോ നിനക്ക് തരുന്നത്? കൈക്കൂലി കേസും പിന്നെ വണ്ടി ഇടിച്ചതും. ഞാൻ നിന്നെ എസ് ഐ സാറിന് അടുത്ത് കൊണ്ടോ? പ്രഭാകർ വിളിച്ചോ. കൈക്കൂലിയാരാ? ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? പിന്നെ നിനക്കെന്താ ഇത്ര ടെൻഷൻ? ഇത് കണ്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേറ്റ്മെന്റ് എടുക്കാനല്ല, ഇവിടെ ഇനോഗ്രേഷന് വിളിച്ചതുപോലെയാ തോന്നുന്നത്. പിന്നെ ഞാൻ ഇവിടെ റിബൺ കട്ട് ചെയ്യുന്നതിന് ആയിരക്കണക്കിന് ആളുകൾ വെയിറ്റ് ചെയ്യണം. നോക്കൂ, ഞാനിപ്പോ ശരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാ, എന്നിട്ട് നിങ്ങൾ എന്നെ സംശയിക്കുന്നോ? ഈ പോലീസുകാരുണ്ടല്ലോ, അവർക്ക് ലേറ്റ് ആകുന്നതൊന്നും അത്ര ഇഷ്ടമല്ല. ഇനിയിപ്പോ കേസ് നിങ്ങൾക്കെതിരെ തിരിച്ചാലോ അവര്? അതൊന്നുമല്ല, നീ വേറെ എന്തോ കാര്യം എന്നോട് മറക്കുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾ സ്വയം അകത്ത് കയറി നോക്കൂ അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന്. ഞാനെന്തിനാ നോക്കുന്നേ? നീയല്ലേ എന്നെ കൊണ്ടുവന്നത്, നീ പോയി നോക്ക്. നിങ്ങൾക്ക് പേടിയാണെന്ന് തോന്നുന്നല്ലോ. ഞാൻ എന്തിനാ പേടിക്കുന്നേ? ഐ ആം എ റോക്ക് സ്റ്റാർ. ഞാൻ അകത്ത് നിന്നാണ്ടല്ലോ പോലീസുകാരെല്ലാരും കൂടെ എണീറ്റ് സല്യൂട്ട് ചെയ്യും. ഞാൻ ഉദ്ദേശിച്ചത് അവളും ചിലപ്പോ അകത്തുണ്ടെങ്കിലോ? അന്നത്തെ സംഭവത്തിന്റെ മൊഴിയെടുക്കാനായിട്ട് ചിലപ്പോ അവളെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടെങ്കിലോ? അപ്പൊ അവൾ അകത്തുണ്ടാവില്ലേ? നോക്കൂ, എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്തൊക്കെയാ പറയുന്നതെന്ന്. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ഞാനല്ല, മറ്റാരൊക്കെയോ അത് ചെയ്യുന്നത്. ഒരുപാട് പേര് ഇതുവരെ നിങ്ങളെ ചതിച്ചു. ഇനി തുടരാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് പ്ലീസ്, ചോദ്യങ്ങൾ ചോദിക്കാതെ എന്റെ ഒപ്പം വന്നാൽ നിങ്ങൾക്ക് എല്ലാ ഉത്തരങ്ങളും കിട്ടും. അതെ, ചേച്ചിയും അഭിയേട്ടനും കൃത്യസമയത്ത് എത്തിയാ മതിയായിരുന്നു. എന്റെ ദൈവമേ, എന്റെ കുട്ടികൾ എപ്പോഴും ലക്ഷ്യത്തിനടുത്തെത്തുമ്പോഴേക്കും എന്തിനാ അവരെ കൈവെടിയുന്നേ? എന്തിനാ കൈവെടിയുന്നേ? ഇത്തവണ അങ്ങനെ ചെയ്യരുത്. എന്റെ കുട്ടികളെ സഹായിക്കണം. എന്റെ 2 കുട്ടികളും ഒന്നുചേരാൻ പാടുപെടുകയാണ്. അവർ തമ്മിലുള്ള അകൽച്ചയൊന്നും മാറ്റിത്തരൂ ദൈവമേ.
എന്റെ ഈ വിഷമങ്ങൾ കണ്ട് എല്ലാം ശരിയാക്കണേ. തനുവിന്റെ സത്യം കാണിച്ചു കൊടുക്കണേ. ഒത്തിരി വൈകിച്ച് അന്ധകാരത്തിലാക്കരുതേ. എന്റെ കുഞ്ഞുങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണേ. കണ്ടോ എന്റെ ഫാൻസിനെ? ഇൻസ്പെക്ടർ അകത്ത് അങ്ങോട്ട് വരൂ. അത് പിന്നെ സാർ, ഞാൻ സാറിന്റെ വലിയൊരു ഫാനാണ്. സാർ എനിക്കൊരു ഓട്ടോഗ്രാഫ് തരുമോ സാർ? സാർ ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ്. സാറിന്റെ ഒപ്പം നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ എനിക്ക് ഉറപ്പായും പ്രൊമോഷൻ കിട്ടും. പ്ലീസ് സാർ. എനിക്കും കൂടെ ഒരു സെൽഫി. പിന്നെന്താ, നിങ്ങളൊന്ന് വരാൻ. കണ്ടില്ലേ നിങ്ങൾ എന്റെ പോപ്പുലാരിറ്റിയിൽ അസൂയ അവർക്ക്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ യൂണിഫോമും മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും. ഞാനൊന്ന് അകത്ത് പോയിട്ട് ഇപ്പൊ വരാം. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാന്നേ, ഫോട്ടോഗ്രാഫും തരാം. നീ ഇതെന്നെ എവിടേക്കാ കൊണ്ടുപോകുന്നേ? അല്ല, ഇത് സീനിയർ ഓഫീസറിന്റെ ക്യാബിനല്ലേ? സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് ജൂനിയർ ഓഫീസേഴ്സ് അല്ലേ? പക്ഷെ നിങ്ങളെ വിളിച്ചത് സീനിയർ ഓഫീസർ തന്നെയാ. നിങ്ങൾ വലിയ സെലിബ്രിറ്റി അല്ലേ, അതുകൊണ്ടാ. ഒരു ഫാമിലിയിലുള്ള ആളാ. ഇവൻ മനഃപൂർവ്വം ആക്സിഡന്റ് ഉണ്ടാക്കും തോന്നുന്നില്ല. ഇവൻ ഡ്രിങ്ക്സും കഴിച്ചിട്ടില്ല. സാർ, അവർക്ക് കൊടുക്കേണ്ട കോമ്പൻസേഷൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ അവൻ തന്നോളൂ. അല്ലെന്നെങ്കിൽ അതെ, ഞാൻ കൊടുക്കാന്ന് പറഞ്ഞതാ. ഞാൻ മുഴുവൻ ചെലവ് ഏറ്റെടുക്കാന്ന് പറഞ്ഞതാ. നോക്കൂ സാർ, ഇയാൾ നല്ലൊരു വ്യക്തിയാണ്. സാർ ഇവനെതിരെ കേസെടുത്താൽ പിന്നെ അത് അവന്റെ പ്രൊഫഷനെ ബാധിക്കും. അതുപോലെ കല്യാണം കഴിഞ്ഞിട്ടും അധികം ആയിട്ടില്ല. നിങ്ങൾ സംസാരിക്കൂ, ഞാൻ പോയി നിഖിലിന്റെ വൈഫിനെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. അവര് പ്രഗ്നന്റ് അല്ലേ? ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിലൊക്കെ. നിന്റെ വൈഫ് എവിടെ? ഈ സിറ്റുവേഷനിൽ നീ ഒരു കാര്യം ചെയ്യ്, എന്റെ കാറി കൊണ്ടിരുത്ത്, എന്നിട്ട് AC ഇട്ട് കൊടുക്ക. ശരിക്കും പെട്ടല്ലോ നിഖിൽ. ഇനി നിന്നെയും തനുവിനെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. എന്ത് പറ്റി നിഖിൽ? ഒരുമിച്ച് കളിച്ച ഈ ഗെയിം, അതിന്റെ ശിക്ഷ ഇവർക്ക് കിട്ടും. ഇവര് രണ്ടുപേരും എന്റെ അമ്മയോട് ചെയ്തതിനെല്ലാം, പിന്നെ അത്താനു കാരണം ഞാൻ ഇദ്ദേഹത്തിൽ നിന്നും അകന്നു കഴിയുന്നു. ഇദ്ദേഹം എന്റെയാണ്. ഇദ്ദേഹത്തെ എന്നിൽ നിന്നും ആർക്കും അകറ്റാൻ കഴിയില്ല. ഇവളെന്തിനാ ഇടയ്ക്കിടയ്ക്ക് എന്റെ കൈ പിടിക്കുന്നത്? ആദ്യം കാറി വെച്ചും പിന്നെ ഇവിടെ വെച്ചു. ഇനി പഴയ ഓർമ്മകളൊക്കെ ഇവളുടെ മനസ്സിലോട്ട് വന്നു തുടങ്ങി. സൂക്ഷിച്ചു പോണം. ഹായ് അച്ഛമ്മേ, സുഖാണോ? ഹായ്. ഒരു ഹായ് പറയാൻ പോലും വയ്യ. സാരല്ല, ആദ്യം ആ പ്രിയ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കട്ടെ. പിന്നെ ഇവരൊക്കെ എന്റെ പിന്നാലെ വരും. അപ്പൊ ഞാൻ ആരുടെയും മുഖത്ത് പോലും നോക്കി സംസാരിക്കില്ല. നീ എന്തായി കാണിക്കുന്നേ? നോക്കി നടക്കാൻ പാടില്ലേ നിനക്ക്? സോറി. വാട്ട് സോറി? ഗ്ലാസും പൊട്ടിപ്പോയി. ഗ്ലാസ് പൊട്ടി എന്തോ അപകടം സംഭവിക്കാൻ. നീ ആരെ കാണിക്കണ ഈ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്നത്? എന്നെയോ അതോ ഈ വീട്ടുകാരെയോ? നിന്റെ ഈ മാറ്റത്തിന് പിന്നിൽ എന്തോ ഉദ്ദേശമുണ്ട്. നിന്റെ മനസ്സ് ഒരിക്കലും മാറാൻ പോകുന്നില്ല ആലിയ. നിന്റെ മരണം കൊണ്ട് മാത്രമേ അതൊക്കെ മാറാൻ പോകുന്നുള്ളൂ. റോബിൻ, ആയിനോ താനും നിന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നെന്ന്. പക്ഷെ ആലിയ, നീ എത്ര ശ്രമിച്ചാലും ശരി, പ്രിയേച്ചി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഐ ജസ്റ്റ് ഹോപ്പ് പ്രിയേച്ചി ഇന്ന് തന്നെ തനുവിന്റെ സത്യം എല്ലാവരുടെ മുന്നിൽ കൊണ്ടുവരും. അതോടെ നീയും ഈ വീട്ടിൽ നിന്ന് പുറത്താകും ആലിയ. സംസാരിച്ചു. നീ എന്തായാലും തെറ്റ് മനസ്സിലാക്കി അവർക്കുള്ള കോമ്പൻസേഷൻ കൊടുക്കണം. പിന്നെ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും വേണ്ട. ആർ യു ഓക്കെ വിത്ത് ദാറ്റ്? താങ്ക്സ് അബി. ഇയാളുടെ ഭാര്യ എവിടെയാണ്? വരുന്നുണ്ട് സാർ. പോലീസ് കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ഈ കേസിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഇതിന്റെ ശിക്ഷ ഉറപ്പായും കിട്ടും. അബിക്ക് എല്ലാ സത്യവും മനസ്സിലായാൽ ഇവൻ പോലീസുകാരുടെ മുന്നിലിട്ട് തന്നെ എന്നെ തല്ലും. അവനുണ്ടാക്കുന്ന കേസിൽ നിന്ന് ഒരു കാരണവശാലും എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചെന്ന് വരില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇത്താനും എന്താ വരാത്തെ? എന്റെ ലക്ഷ്യം എന്റെ മുന്നിലുള്ളപ്പോ എനിക്ക് ഒരു മിനിറ്റ് പോലും കാത്തു നിൽക്കാം. വൈകിയത് നോട്ടി. നിനക്കറിയോ, ഞാനിതൊക്കെ ഒരുപാട് മിസ് ചെയ്തു. വല്ലാത്ത ടെൻഷനിലായിരുന്നു. കാരണം നിന്റെ ആരോഗ്യം വളരെ മോശമാണ്. നന്നായിട്ട് നടക്കാൻ പോലും കഴിയില്ല. ഭയങ്കര ടെൻഷനിലായിരുന്നു. താങ്ക്സ് റാബി. ഇവളെ ഓർമ്മയില്ലേ? സോനാലി. ഇയാളെ പിന്നെ ആരാ അറിയാത്തത്? ഓർമ്മയില്ലേ?
ദ അൾട്ടിമേറ്റ് റോക്ക് സ്റ്റാർ. പിന്നെ ഇതാണ് പ്രിയ ആദിത്യ മേഡം. ഇവർക്ക് ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലല്ലോ. എന്റെ വൈഫ് സൊണാലി. ഞാനിതൊക്കെ ഒരുപാട് മിസ് ചെയ്തു. വല്ലാത്ത ടെൻഷനിലായിരുന്നു. കാരണം നിന്റെ ആരോഗ്യം വളരെ മോശമാണ്. നന്നായിട്ട് നടക്കാൻ പോലും കഴിയില്ല. ഭയങ്കര ടെൻഷനിലായിരുന്നു. താങ്ക്സ് റാബി. ഇവളെ ഓർമ്മയില്ലേ? സൊനാലി. ഇയാളെ പിന്നെ ആരാ അറിയാത്തത്? ഓർമ്മയില്ലേ? ദ അൾട്ടിമേറ്റ് റോക്ക് സ്റ്റാർ. പിന്നെ ഇതാണ് പ്രിയ ആദിത്യ മേഡം. ഇവർക്ക് ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലല്ലോ. എന്റെ വൈഫ് സൊണാലി. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് നിങ്ങളുടെ മാരേജിന്. പിന്നെ അച്ഛനും അമ്മയാവാൻ പോവല്ലേ, അതിനൊരിക്കട്ടെ ഒരു കൺഗ്രാറ്റ്സ്. താങ്ക് യു. പിന്നെ നിങ്ങളെ കണ്ടിട്ട് തോന്നില്ല കേട്ടോ പ്രഗ്നന്റ് ആണെന്ന്. സോ ഞാൻ ഡ്രൈവർ, ഇവള് എന്റെ കൂടെയും. കച്ചവടക്കാരനുമായി ആക്സിഡന്റ് ഉണ്ടായി. ഒരുപാട് ആളുകൾ അവിടെ എത്തി. താനും അവിടെ ഒന്നുമില്ല. പിന്നെ താനും അവിടെ നിന്ന് വന്നു. കൊള്ളാം പ്രിയ, കൊള്ളാം. നല്ല ഒന്നാം തരം പ്ലാൻ ആയിരുന്നല്ലോ. പക്ഷെ എന്ത് ചെയ്യാം, ആ പ്ലാൻ കൺമുന്നിൽ വെച്ച് തന്നെ അവസാനിക്കുകയും ചെയ്തു. പ്ലാൻ മാത്രമല്ല, സർവ്വതും തലകീഴായി മറിഞ്ഞിരിക്കുന്നു. താനു പറഞ്ഞത് ശരിയാണ്. നീ എന്നെ ഒതുക്കാനാണ് വലിയ പോസ്റ്റ് ഓഫർ ചെയ്തത്. പക്ഷേ നീ തന്നെ എല്ലാം കുളമാക്കി. ഇനി നീ എന്നോട് കോർക്കാൻ വന്നാൽ നിന്റെ കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി. ഞാൻ എവിടെയാന്ന് നിനക്കറിയോ? പോലീസ് സ്റ്റേഷനില് നിഖിലിനൊപ്പം. നിനക്ക് എങ്ങനെ അറിയാം? എനിക്ക് എന്തൊക്കെ അറിയില്ല എന്ന് ചോദിക്കു തനു. പ്രിയ നീ അവിടെയാണ് എന്ന് അറിഞ്ഞ കാര്യം എനിക്കറിയാം. ആക്ച്വലി രചന നിന്നെ നിഖിലിനൊപ്പം അവിടെ വെച്ച് കണ്ടിരുന്നു. എല്ലാവരുടെ മുന്നിൽ വെച്ച് നിന്നെ ഭാര്യ എന്ന് വിളിച്ച കാര്യവും അറിഞ്ഞു. Oh my God. ബാക്കിയും കൂടെ കേക്ക് സ്വീറ്റ് ഹാർട്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് വരും, നിന്നെ കയ്യോടെ പിടികൂടാൻ. ആലിയ പ്ലീസ് അവളെ തടയൂ. പ്ലീസ് അവളെ ഒന്ന് തടയൂ. അവരിറങ്ങി കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യാ? അത് നീ ചിന്തിക്കേ. നിന്നെ ഇൻഫോം ചെയ്യലായിരുന്നു, അത് ഞാൻ ചെയ്തു. ഓക്കെ, കുറ്റപ്പെടുത്തില്ലേ? സമൂഹത്തിൽ ഇവന് ഒരു വിലയുണ്ടാവില്ല. ഇപ്പോഴത്തെ ഈ ചെറിയ തെറ്റിന് എന്റെ കുഞ്ഞിന്റെ ജീവിതമാ പോകുന്നത്. ഇതൊക്കെ ചിന്തിച്ചിട്ട് ഞാനിപ്പോ കരയുന്നു. നിങ്ങൾ പറയൂ, ഞാനിനി എന്താ ചെയ്യാ? എന്തെങ്കിലും ചെയ്യൂ, എനിക്ക് ഇവിടുന്ന് പോകണം. എന്റെ കുഞ്ഞിന്റെ ജീവിത പ്രശ്നമാണ്. നിങ്ങൾ ഒരു സ്ത്രീയല്ലേ, അമ്മയും ആയിരിക്കും. എന്റെ വിഷമം, എന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പ്ലീസ് എന്തെങ്കിലും ഒന്ന് ചെയ്യൂ, പ്ലീസ്. ഓക്കെ ശരി, നീ വിഷമിക്കണ്ട. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. താങ്ക് യു സോ മച്ച്. സമയം നിൽക്കണ്ട. യു ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ. ഞാനിവിടെ ഉണ്ടെങ്കിൽ എന്താണ് കുഴപ്പം? നിഖിൽ, നീ കേട്ടിട്ടില്ലെങ്കിൽ ചുവരുകൾക്കും ചെവിയുണ്ട്. ആ പ്രിയ എനിക്ക് സ്വയം വലിയൊരു ചുവരാണ്. അവൾ ഒരിക്കലും ഇത് അറിയാൻ പാടില്ല നിഖിൽ. ഇനി എങ്ങാനും അവൾ ഇതറിഞ്ഞാൽ നീ ഇവിടെ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്തെങ്കിലും നമ്മൾ പറയുന്നത് കേട്ടാ പിന്നെ അവൾ അതേ പിടിച്ചു കയറി വലിയ ഇഷ്യൂ ആക്കും. അത് അവസാനം നമുക്ക് പ്രോബ്ലം. ആക്ച്വലി ഷീ ഈസ് റൈറ്റ്. അബി ഓഫീസിൽ പോയിരിക്കെ എപ്പോ വേണമെങ്കിലും തിരിച്ചു വരാം. ഈ പ്രിയ എന്താ ഇതുവരെ വരാത്ത? അതെന്താന്നറിയോ? അവളുടെ കണ്ണീര് കാരണം വീട് മുഴുവൻ സുനാമി ഉണ്ടാവുന്നു. പാവം കടലിനടുത്തെങ്ങാനും ഇരുന്ന് കരയുന്നുണ്ടായിരിക്കും അല്ലേ? ഓ മൈ ഗോഡ്. ശരി ഗേൾസ്, അപ്പൊ ഞാൻ ഇറങ്ങുന്നു. ഇനി യുദ്ധം ചെയ്യേണ്ട അവസരം ഞങ്ങൾക്കാണ്. ഞങ്ങളുടെ യുദ്ധം വെറുതെ ആവില്ല. നീ അനുഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ആൻഡ് ഐ പ്രോമിസ് യു, നാളത്തെ രാത്രി നിന്റെ ഈ വീട്ടിലും അബിയുടെ ഒപ്പമുള്ള അവസാനത്തെ രാത്രിയായിരിക്കും. നിനക്ക് എന്താ തോന്നുന്നത് തനു? നീ ഇത്ര ദിവസമായിട്ട് കളിക്കുന്ന കളി ആരും അറിയില്ലെന്നാണോ വിചാരം? നീ ഒരിക്കലും പിടിക്കപ്പെടില്ല, ആർക്കും ഒരു പ്രൂഫും ഉണ്ടാവില്ല. നീ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റായ ചിന്തയാണ്. അതിനി എന്തൊക്കെ തന്നെ ആയാലും ഒരു ദിവസം സംഭവിക്കാനുള്ളത് സംഭവിച്ചിരിക്കും തനു. പിന്നെ നീ എന്തു ചെയ്യും? എന്നെ കുറിച്ച് ആലോചിച്ച് സമയം കളയണ്ട. നീ നിന്റെ ആരോഗ്യം നോക്ക്, എന്നിട്ട് നിന്റെ കുഞ്ഞിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കു തനു. സംഭവിക്കാനുള്ളതൊക്കെ എന്തായാലും സംഭവിക്കും. സത്യം എന്നായാലും പുറത്തു വരും. ചിന്തിക്കൂ, നിന്റെ കുഞ്ഞിനെ കുറിച്ചും കുഞ്ഞിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചും ചിന്തിക്കും. ഇനി നിന്റെയും നിന്റെ കുഞ്ഞിന്റെയും കാര്യം ഞാൻ കുറച്ചുകൂടി നന്നായി ശ്രദ്ധിക്കും. നീ എവിടെ ചിന്തിച്ച് നിർത്തുന്നുവോ അവിടെ നിന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങും.
പറയുന്നത് മോളെ? രാവിലെ മുതലേ ഞാൻ നിന്നെ ഫോൺ വിളിക്കുന്നതാ, നീ ഒരു മറുപടിയും തന്നില്ല. ടെൻഷൻ കാരണം എന്റെ ജീവൻ പോയേനെ. എന്തിനാ കുഞ്ഞെ കരയുന്നേ? കാര്യം പറ. അച്ഛമ്മ എപ്പോഴും എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? എല്ലാ തവണയും തനുവിന്റെ സത്യം പുറത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കും. പക്ഷെ തോറ്റു പോവാണല്ലോ. ഇന്ന് വീണ്ടും അവൾ അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു. അച്ഛമ്മ, ഞാനാ തോറ്റുപോയത്. ഇത്തവണ ഞാനാ തോറ്റത്. കരയല്ലേ മോളെ, കരയല്ലേ. നീ പറ, പോലീസ് സ്റ്റേഷനിൽ അവളെ നീ കണ്ടില്ലേ? ഞാൻ അദ്ദേഹത്തെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയ എല്ലാം ശരിയാവും എന്റെ പൊന്നുമോളെ. ഒന്നും ശരിയാവുന്നില്ല അച്ഛമ്മ, ഒന്നും ശരിയാവുന്നേ ഇല്ല. എപ്പോഴും ഇവൾ എങ്ങനെയാ രക്ഷപ്പെടുന്നെന്ന് അറിയില്ലല്ലോ. ഇത്രയും അവസരങ്ങൾ കിട്ടിയിട്ടും നമുക്ക് അവളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മതി, ഒരുപാടായി പ്രിയേച്ചി. ചേച്ചി, ഇനിയൊന്നും ചേച്ചി ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യവുമില്ല. എന്ത് ചെയ്താലും നേരിട്ട് തന്നെ ചെയ്യാം, മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യാം. പ്രിയേച്ചി, ഇത്തവണത്തെ യുദ്ധത്തിൽ നമ്മൾ ഒരിക്കലും അവളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല പ്രിയേച്ചി. എന്നെ ഒന്ന് വിശ്വസിക്ക് പ്രിയേച്ചി, ഇത്തവണ എല്ലാം ശരിയാവും. ഇനി നമ്മുടെ കയ്യിൽ നിന്ന് അവളെ രക്ഷപ്പെടാൻ പോകുന്നില്ല. പറയൂ കാര്യം. ഓ എന്റെ തനു, നീ ഇടയ്ക്കിടയ്ക്ക് നല്ല സ്മാർട്ടായിട്ട് സംസാരിക്കുക, എന്നിട്ട് പിന്നെ ആ പഴയ എനിവേസ് forget it. Oh my God, you are too good, Alia. എന്തൊരു സൂപ്പർ പ്ലാൻ ആണ്. കാരണം ഇത് കറക്റ്റ് ടൈമാണ് പണി കൊടുക്കാൻ. ഇതാണ് പ്ലാൻ. Oh my God, thank you so much. എന്താ ചെയ്യുന്നത്? കെട്ടിപ്പിടിക്കാനോ അതോ ഞെക്കിക്കൊല്ലുകയാണോ എന്നെ? I'm so sorry. എക്സൈറ്റ്മെന്റിൽ ഞാൻ മറന്നു. But you know, നിന്റെ ബ്രെയിൻ ബുള്ളറ്റ് ട്രെയിനേക്കാൾ ഫാസ്റ്റ് ആണ്. നിന്റെ ബുദ്ധിക്ക് ബുള്ളറ്റിനേക്കാൾ പവർ ഉണ്ട്. ഞാൻ കരുതി നീ നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? ക്യാച്ച് ചെയ്ത നീ വീഴാൻ പോയപ്പോഴേ ഒന്ന് പിടിച്ചേ ഉള്ളൂ. ഞാൻ ഈ ക്യാച്ച് മിസ് ചെയ്താലേ നീ എന്നെ ഇവിടെ ഔട്ടാക്കില്ലേ, ഈ വീട്ടിൽ നിന്ന് തന്നെ. നിങ്ങൾക്കിത് എന്താ പറ്റി? എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? എന്റെ കാര്യം വിട്, നീ പറ, നീ എന്താ പറഞ്ഞേ? ഞാൻ എന്ത് പറഞ്ഞു? ഇപ്പോൾ ഉറക്കത്തിൽ എന്താ പറഞ്ഞു? എന്റെ കണ്ണി നോക്കി സംസാരിക്കേ, കണ്ണി നോക്കി മറുപടി പറയും. നീ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്താ ചെയ്തേ? പിന്നെ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം എന്തായിരുന്നു? എന്റെ കണ്ണിൽ പൊടിയിട്ട് തനുവിനെ ഇരയാക്കാൻ നോക്കിയതാ അല്ലേ? അങ്ങനൊന്നുമില്ല. നിങ്ങൾ തെറ്റായി ചിന്തിക്കുക. ശരി, സമ്മതിച്ചു. ഞാൻ ചിന്തിക്കുന്നതൊക്കെ തെറ്റാ, നീ ചിന്തിക്കുന്നത് ശരിയുമാണ്. എങ്കിൽ പിന്നെ ഇന്നലെ രാത്രി എന്നെ കണ്ടത് നീ എന്തിനാ കിടന്ന് ഉറങ്ങിയത്? എന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി തരേണ്ടി വരുമെന്ന് പേടിച്ചാണോ നീ അങ്ങനെ ചെയ്തേ? ഇപ്പൊ നീ എണീറ്റിരിക്കല്ലേ? ഇനി പറ, നീ എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എന്തിനാ കൊണ്ടുപോയത്? അത് സ്റ്റേറ്റ്മെന്റ് എഴുതിക്കാനായി. എന്നോട് വെറുതെ കള്ളം പറയണ്ട. ഞാൻ SIക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനായിട്ട് പോയപ്പോഴേ അദ്ദേഹം പറയുക കംപ്ലൈന്റ് ആയതിനു ശേഷം മാത്രമേ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതുവരെ ആരും കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. നീ വെറുതെ തനുവിനെ കൊടുക്കാൻ നോക്കൂല്ലേ? ഞാൻ ആരാന്നാ കരുതിയേ? വൈഫ്. അങ്ങനൊരു റിലേഷൻ ഉള്ളതുകൊണ്ട് നിന്നോട് റിക്വസ്റ്റ് ചെയ്യുക, പ്ലീസ് നീ തനുവുമായിട്ടുള്ള വഴക്കൊന്ന് നിർത്തണം. നിങ്ങളുടെ വഴക്കിൽ ഇല്ലാതാവുന്നത് എൻ്റെ ലൈഫാണ്, അത് നീ മറക്കണ്ട. ഇദ്ദേഹത്തിന് ഇപ്പോഴും ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഓർമ്മയുണ്ട്. എന്നല്ല തനു ഈ ബന്ധം തകർക്കുമെന്ന് ചാലഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്ത 24 മണിക്കൂർ അതിനുള്ളിൽ അവൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. ഡിവോഴ്സ് തരില്ല, ചിലപ്പോൾ നിനക്ക് ഡിവോഴ്സ് തരികയുണ്ടാവില്ല. പക്ഷെ നീ ചതിയിലൂടെയെങ്കിലും ഡിവോഴ്സ് വാങ്ങണം. നീ എന്താ ഈ പറയുന്നത് തനു? എന്താ ഈ വാക്ക് നീ മുൻപ് കേട്ടിട്ടില്ലേ? അബി, അവള് നിന്നെ ചതിച്ചതാണ്. ചതിയിലൂടെ നിന്റെ മുഴുവൻ സ്വത്ത്, നിന്റെ മുഴുവൻ പണം എല്ലാം അവള് സ്വന്തമാക്കി. നീയും ചതിയിലൂടെ ഡിവോഴ്സ് കൈക്കലാക്കൂ. ഐ മീൻ വാങ്ങൂ, അതും 24 മണിക്കൂറിനുള്ളിൽ. 24 hours? ഐ മീൻ അബി, 24 മണിക്കൂർ കൊണ്ട് അവൾ എന്റെ ഡ്രസ്സ് നശിപ്പിച്ചത്. അതുപോലെ തന്നെ നീയും അവളോട് ഡിവോഴ്സ് വാങ്ങൂ. എന്റെ കല്യാണ ഡ്രസ്സ് നശിപ്പിച്ചതിന്റെ പ്രതികാരം നീ തീർക്കണം അബി. എന്താ? ഇതുവരെ ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല അവള് കാരണം.
അഭി, കാര്യം പ്രൊഫഷണൽ ലൈഫിന്റേത് മാത്രമല്ല. അവൾക്ക് പക്ഷെ നിന്റെ പേഴ്സണൽ ലൈഫ് ഇഷ്ടമല്ല. നീ കണ്ടില്ലേ ഇന്നലെ എത്ര മോശമായിട്ട് നമ്മുടെ ബന്ധത്തെയും കുഞ്ഞിനെയും കുറിച്ച് പറഞ്ഞതെന്ന്? അവള് പറഞ്ഞതിലൂടെ തന്നെ നിനക്ക് മനസ്സിലാവും നമ്മുടെ കല്യാണം നടക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലെന്ന്. നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് ചിന്തയുണ്ടെന്ന് അവള് വെറുതെ പറയുന്നതാണ്. പക്ഷെ ശരിക്കും അവൾക്ക് ഞാൻ നിന്റെ കുഞ്ഞിന്റെ അമ്മയാവുന്നത് സഹിക്കാൻ കഴിയുന്നില്ല. അവൾ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നേ? ഉണ്ട്, അവൾക്ക് എന്നോട് അസൂയാണ്. വാട്ട് റബിഷ്! അവൾ എന്തിനാ നിന്നോട് അസൂയ കാണിക്കുന്നേ? അവൾക്ക് എല്ലാം ഇല്ലേ? പൈസ, പ്രോപ്പർട്ടി, നിന്നെ പോലെ തന്നെ ഫേമസ് ആണ്, സൗന്ദര്യമുണ്ട്. അവൾക്കില്ലാത്ത എന്താ നിനക്കുള്ളതെന്ന് നീ ഒന്ന് പറ തനു. നീ എല്ലാം എണ്ണി പറഞ്ഞു തുടങ്ങി അഭി. പക്ഷെ നീ ഒന്നും ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് ഞാൻ നിന്റെ കുഞ്ഞിന്റെ അമ്മയാവുന്നത്, നിന്നെ വിവാഹം ചെയ്യുന്നത് ഇത് അവൾക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല അഭി. അവൾക്ക് ലഭിക്കാനുള്ളതെല്ലാം എനിക്ക് ലഭിക്കുന്നത് അവൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. ദാറ്റ്സ് നോട്ട് ട്രൂ തനു. പ്രിയക്ക് പ്രിയം പൈസയോട് മാത്രമാണ്. ഇതൊക്കെ വേണമായിരുന്നെങ്കിൽ പ്രിയ എന്നെ വിട്ട് ഒരിക്കലും പോവില്ലായിരുന്നല്ലോ. കാരണം അഭി, ഇതൊക്കെ ഒരു സ്ത്രീക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഞാൻ അവളുടെ അസൂയ അനുഭവിച്ചതാണ്. നീ ഇത് വിശ്വസിക്കണം. കാരണം ഈ കാര്യം നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ടതാ. നീ എന്തെങ്കിലും ചെയ്യണം, എന്നിട്ട് അവളെ അകറ്റി നിർത്തണം. എങ്ങനെങ്കിലും ചതിയിലൂടെ ഡിവോഴ്സ് വാങ്ങിക്കണം അഭി. അഭി, വാവ്, നീ ശരിക്കും എനിക്ക് തന്ന വാക്ക് നിറവേറ്റുവാണോ അതോ അവളുടെ ഭർത്താവാൻ ശ്രമിക്കുകയാണോ? പക്ഷെ നീ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് വലിയ തെറ്റാണ് അഭി. വാവ് തനു, നിന്റെ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് അടിപൊളിയായിട്ടുണ്ട്. ആലിയ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ആക്ടിങ് അവളും കണ്ടേനെ. അവളുടെ മുന്നിൽ നിന്റെ വാല്യൂ കൂടിയേനെ. അഭി 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 ഞാൻ പറയുന്നത് കേക്ക്. ഇത്ര പെട്ടെന്ന് അവൻ ഞാൻ പറയുന്നത് അനുസരിക്കില്ല. ഞാൻ ഇനിയും അധികം അഭിനയിക്കേണ്ടി വരും. ഒരു ഭാര്യയുടെ കടമ നീ നിറവേറ്റി. ഭഗവാൻ ഇങ്ങനെയുള്ള ഭാര്യയെ ഭാഗ്യവാന്മാർക്കേ നൽകൂ. എന്റെ ചെറുമകൻ വലിയ ഭാഗ്യവാനാ. അച്ഛമ്മ, ഇതെല്ലാം എന്റെ പരിശ്രമമല്ല, അച്ഛമ്മയുടെ അനുഗ്രഹം കൊണ്ടാ. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ചെറുമകനെ അനുഗ്രഹിച്ചാൽ മാത്രം മതി. ആശീർവാദം എപ്പോഴും കൊടുക്കുന്നു. നീ ഈ സന്തോഷ വാർത്ത വേഗം പോയി അഭയോട് പറ. അവൻ ഒരുപാട് സന്തോഷമാകും. അവനും നീ കാരണമായി ഇതൊക്കെ ഉണ്ടായതെന്ന് പറയും. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് വേഗം ചെല്ല്. എന്റെ മക്കൾക്ക് എന്തൊരു വിധിയാണ്. എല്ലാം ശരിയായിട്ടും ഒന്നും അവരുടെ ജീവിതത്തിൽ ശരിയാവുന്നില്ല. ഇവളോടൊപ്പം ഫുഡ് കഴിച്ചാ പിന്നെ ഇവള് വിചാരിക്കും ഞാൻ എല്ലാം സമ്മതിച്ചു. എന്തായാലും അത് വേണ്ട അഭി. എവിടേക്ക് വെക്കൂ. എന്തുപറ്റി? നിങ്ങള് ആഹാരം കഴിക്കുന്നില്ലേ? ഇല്ല. എന്താ? ഞാൻ ചോദിച്ചത് കിട്ടുന്നവരെ ഞാൻ ഇവിടെ നിന്ന് ഒന്നും കഴിക്കാൻ പോകുന്നില്ല. ഓക്കെ ദെൻ. റോബിൻ ഒരു കാര്യം ചെയ്യൂ, ഇദ്ദേഹത്തിന്റെ ഫുഡ് മാറ്റിക്കോളൂ, എന്നിട്ട് എന്റേത് മാത്രം വെച്ചാൽ മതി. എനിക്ക് നന്നായി വിശക്കുന്നുണ്ടേ. ഇന്ന് രാവിലെ മുതൽ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല, ഇപ്പോഴും കഴിക്കുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? റോബിൻ, ഇദ്ദേഹത്തിന്റെ ഫുഡ് അച്ഛമ്മയുടെ റൂമിൽ വെക്കൂ. ഇതാ കഴിക്കേ. പ്രിയ ശരിക്കും ഒരു മനുഷ്യത്വമില്ലാത്ത പോലെ പെരുമാറുന്നു. ഒരു ഫീലിങ്സും ഇല്ലേ അവൾക്ക്? ഞാൻ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും അവൾക്കൊന്നുമില്ല. എന്റെ അച്ഛമ്മയ്ക്ക് അറിയില്ല ഞാനൊരു പായസ കൊതിനാണെന്ന്. ഇതെന്താ അറിയാത്ത പോലെ? എവിടെ കിട്ടും ഇതുപോലൊരു മരുമകൾ? എന്റെ ചെറുമകൻ കഴിക്കാതെ അവൾ യാതൊന്നും കഴിക്കില്ല. പതുക്കെ മോനെ, പതുക്കെ. ഇനിയും പായസം ഇരിക്കുന്നു. പക്ഷെ നിനക്കെന്താ? നിനക്ക് പ്രിയെ കുറിച്ചുള്ള ചിന്തയല്ലേ ഉള്ളൂ. അവൾക്കാണെങ്കിൽ പൈസയും. ഞാനൊരു കാര്യം പറയാം അഭി, എന്നെക്കാളും എനിക്ക് എന്റെ ഈ കുഞ്ഞാണ് വലുത്. ഞാൻ വേണമെങ്കിൽ പ്രിയയുടെ മുന്നിൽ തോറ്റ് നിന്നെ ഒരിക്കലും ഞാൻ വിവാഹം ചെയ്യുന്നില്ല. പക്ഷെ ഈ കുഞ്ഞിനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ടെൻഷൻ ആവുന്നു. പ്രിയ ഒന്നാമത് ഈ കുഞ്ഞിനെ പറ്റി ഓരോന്ന് പറയുന്ന. ഇനി ലോകം എന്തൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല. ഏത് പേരിലായിരിക്കും അറിയപ്പെടുന്നത്? തന്തയില്ലാത്തത്. എത്ര ചീത്തകൾ വിളിക്കും, സമൂഹത്തിൽ നിന്ന് പുറത്താക്കും. ഒരു റോക്ക് സ്റ്റാറിന്റെ കുഞ്ഞിന് ഇത്രയും മോശപ്പെട്ട അവസ്ഥ. അഭി പ്രിയക്ക് ഇതൊന്നും ഒരു വിഷയം. തരത്തില് ഞാൻ ഡിവോഴ്സിനെ പറ്റി സംസാരിച്ചോളാം. അഭി, നിനക്കറിയോ, നീ നല്ലൊരു ഹസ്ബൻഡ് ആയിരിക്കും, ഒരു നല്ല അച്ഛനും.
എനിക്കറിയാം ഞാൻ പറയുന്നത് നീ കേൾക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ ആദ്യം എല്ലാം ശരിയാക്കി വെച്ചു. വെയിറ്റ്. അബി, ഇതാണ് ഡിവോഴ്സ് പേപ്പേഴ്സ്. നീ ഇതിൽ പ്രിയയുടെ സൈൻ വാങ്ങിയാൽ പിന്നെ അവൾ എന്നേക്കുമായി നിന്നിൽ നിന്ന് അകന്നു പോവും. എന്നെ പോലെ ലിപ്സ്റ്റിക് ഇടുന്നില്ലേ? ഞാൻ വേണമെങ്കിൽ ഇത് തരാട്ടോ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ. നിന്നെ പോലെ എന്ത് ചെയ്തെന്നാ? ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുന്നതേ എന്ത് ചെയ്തിട്ടാ നിന്നെ പോലെ ഇത്രക്ക് വൃത്തികെട്ട രീതിയിൽ ആവാൻ പറ്റുന്ന എന്ന് വെച്ചാ നീ എന്നോട് ചെയ്തില്ലേ, അതൊക്കെ നിന്നോടും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഇത് നല്ല വെയിറ്റ് ആണല്ലോ. എനിക്ക് നിന്നോട് വരാൻ ഇഷ്ടമൊന്നുമില്ല, എന്നാലും കൂടെ വരാം. എണ്ണുന്നത് എന്തിനാ? ഒരു സെക്കൻഡ്. എന്തിനാ ഒരു സെക്കൻഡ്? നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ ഡിന്നറിന് വരണോ? നിങ്ങൾക്ക് ശരിക്കും എന്നെ വിശ്വാസമില്ലേ? ഹേയ്, വിശ്വാസക്കുറവൊന്നുമില്ല. ഇറ്റ്സ് എ ബിസിനസ്. പിന്നെ ബിസിനസിന്റെ റൂൾ നമ്പർ 1, ആരെന്നെങ്കിലും പൈസ വാങ്ങിച്ചാൽ അത് എണ്ണി നോക്കണം. തളർന്നുപോയി. ഞാനൊരു കാര്യം ചെയ്യാം, അടുത്ത റൂമിൽ പോയിട്ട് എണ്ണി നോക്കാം. ഇത് ഒരുപാട് ടൈം എടുക്കും കേട്ടോ. എക്സ്ക്യൂസ് മീ. ഇഷ്ടപ്പെട്ട് തനു എത്ര ഡ്രാമ കാണിച്ചു, കരഞ്ഞു. ഷോ, ഇനി അവിടെ പോയി വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടായ വൈ സ്പോയിൽ ഇറ്റ്? ചേട്ടൻ ഈ ഒരു കാര്യം ഫുള്ളി ഫ്രീ മൈൻഡോട് കൂടി ചെയ്യട്ടെ തനു. അതൊക്കെ പോട്ടെ, ഒരു കാര്യം പറ. ചേട്ടൻ ഇതൊക്കെ ചെയ്യുമെന്ന് നിനക്ക് ശരിക്കും തോന്നുന്നുണ്ടോ? ആലിയ, ഞാൻ ചെയ്ത ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് കാരണം അബി ഡിവോഴ്സ് വാങ്ങാതെ വരില്ല. ഇനി 24 മണിക്കൂർ പൂർത്തിയാവാൻ വെറും 7 മണിക്കൂർ മാത്രം. ഈ 7 മണിക്കൂറിൽ പ്രിയ വിവാഹത്തിൽ പറഞ്ഞ 7 വചനങ്ങളും അതോടെ തീരും. അതുകൊണ്ടാ പറഞ്ഞ വേഗം വരാൻ. നിനക്ക് ക്ലയന്റിനെ വെയിറ്റ് ചെയ്യുന്നതിന്റെ വിഷമാണോ അതോ പൈസയെ കുറിച്ചാണോ? ഈ ഡീൽ എങ്ങാനും ക്യാൻസൽ ആയി പോയാൽ നിനക്ക് പൈസ ഇടില്ലല്ലോ. ഇത്തവണ ഞാൻ പണത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല. പണം സമ്പാദിക്കാൻ ഇനിയും കഴിയല്ലോ. പക്ഷേ ഇത്തവണ ഞാൻ നിങ്ങളുടെ സ്വപ്നം പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത്. നോക്കൂ, നിങ്ങൾ എപ്പോഴും ഇന്റർനാഷണൽ പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ലേ? ഇപ്പൊ അതിനൊരു അവസരം ഉണ്ടായല്ലോ. നിങ്ങളുടെ സ്വപ്നം സത്യമാവാൻ പോവാ. എന്റെ ഈ സന്തോഷം കണ്ടിട്ട് നിന്റെ സ്വപ്നം പൂവണിയാൻ പോകുന്ന പോലെ ഉണ്ട്. നിങ്ങളുടെ സ്വപ്നം എന്റെ സ്വപ്നമല്ലേ? എന്താ? ഒന്നുമില്ല. നീ എന്താ പറഞ്ഞെന്ന് ഞാൻ കേട്ടു. കേട്ടെങ്കിൽ എന്തിനാ പിന്നെയും ചോദിക്കുന്നത്? അതൊക്കെ പോട്ടെ, നിനക്ക് എന്ന് മുതലാ എന്റെ സ്വപ്നങ്ങളെ കുറിച്ചുള്ള ചിന്ത തുടങ്ങിയത്? അത് നിങ്ങൾ എന്നെ